ഇപ്പൊ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ ഈ നീറ്റ് ജെഇ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുടെ പാരൻസ് ഇപ്പോഴും മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നം നമ്മുടെ ഇവിടെ കിടക്കുന്നുണ്ട്. കാരണം ഒരു സ്ഥാപനത്തിൽ 10,000-20,000 കുട്ടികൾ ചിലപ്പോൾ പഠിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു 10,000 കുട്ടികൾ പഠിക്കുന്നുണ്ടാവും. ഈ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ 20,000-ൽ നിന്നല്ല വരും. ഈ പറയുന്ന എല്ലാ സ്ഥാപനങ്ങളിലും പ്രധാനമായിട്ടും ചെയ്യുന്നത് ഇതിൽ നിന്നൊരു ഗ്രൂപ്പിനെ മാറ്റും, ഒരു ഫിൽട്ടർ ചെയ്യും. ഒരു 50 കുട്ടികളെ, അതെ, ഒരു 50 കുട്ടികളെങ്കിലും മിനിമം അവർ മാറ്റി വെക്കും. അപ്പൊ ഈ കുട്ടികൾക്കാണ് എക്സ്ക്ലൂസീവായിട്ട് ചില ടീച്ചേഴ്സ് ഉണ്ടാവുക, അവർക്കാണ് പ്രത്യേക മെറ്റീരിയൽ ഉണ്ടാവുക, സ്പെഷ്യൽ ആയിട്ടുള്ള എക്സാം ഉണ്ടാവുക, അവരെയാണ് മോൾഡ് ചെയ്യുന്നത്. ബാക്കിയുള്ള കുട്ടികൾ മുഴുവൻ അവിടെയുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. ഈ റിസൾട്ട് വരുന്നത് അപ്പൊ എപ്പോഴും എന്ന് പറഞ്ഞാൽ ഈ ഒരു 50-ൽ നിന്നോ അല്ലെങ്കിൽ ഈ 100-ൽ നിന്നോ ആണ് ആ റിസൾട്ട് വന്നിട്ടുള്ളത്, അല്ലാതെ 20,000-ൽ നിന്ന് വന്ന റിസൾട്ടേ അല്ല. പാരന്റ്സ് വിചാരിക്കുന്നത് ഈ പറയുന്ന ആളുകളെ മുഴുവൻ പഠിപ്പിച്ചുണ്ടാക്കിയ റിസൾട്ടാണ്. അതല്ല റിയാലിറ്റി. ഇതാർക്കും അറിയില്ല. എല്ലാ സ്ഥാപനങ്ങളും അതാ ഫോളോ ചെയ്യുന്നത്. നമ്മൾ അവരുടെ പ്രശ്നങ്ങളെ വളരെ ലൈറ്റ് ആയിട്ടാണ് കാണുന്നത്. എപ്പോഴും കുട്ടികൾ ഞങ്ങൾ ഇവിടെ ഇത്രയും കഷ്ടപ്പെടുന്നില്ല. പാരന്റ്സിന്റെ അത് എല്ലാവർക്കും അവരുടെ പ്രശ്നമാണല്ലോ. കുട്ടികളുടെ പ്രശ്നം വളരെ ചെറുതായിട്ട് നമ്മളൊരു കുട്ടിയായി നിൽക്കുക എന്നുള്ളതാണ്. അതായത് കുട്ടികളോട് സംസാരിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും ഒരു കുട്ടിയായിട്ട് നിൽക്കുന്ന സമയത്ത് അവരുടെ വിഷമങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ കേരളത്തിലുള്ള കുട്ടിയുടെ കപ്പാസിറ്റി എത്രയോ വലുതാണ്. പക്ഷെ പലപ്പോഴും അവർക്ക് അതിനുള്ള ഒരു സാഹചര്യം കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ്. ഉണ്ട് വലിയ ഫീസ്. ഇപ്പം 6ാം ക്ലാസ്സിലൊരു കുട്ടിക്ക് ഒരു ഫൗണ്ടേഷൻ കോഴ്സിൽ ചേരണമെങ്കിൽ വലിയ ഫീസ്. 7th മുതൽ 10th വരെ സ്റ്റേറ്റ് ആവട്ടെ CBSE ആവട്ടെ പഠിക്കാൻ ഒരു വർഷത്തേക്ക് വേണ്ടുന്ന ഫീസ് എന്ന് പറഞ്ഞാൽ 999 ആണ്. 1000 രൂപയിൽ താഴെ. അതെ, ഇത് ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ? നോമിനി ഒരു ബുക്കിനൊക്കെ കാശ് വാങ്ങാൻ ഒരു ബുക്ക് കംപ്ലീറ്റ്. ശരിക്കും അവര് വാങ്ങുന്ന ഒരു വർഷത്തെ നോട്ട്ബുക്കോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കോ ഫീസ് അതിലും എത്രയോ കൂടുതലായിരിക്കും. എനിക്ക് അതിലൊരു ക്ലാരിറ്റി തരുമോ? ഇൻക്ലൂഡിങ് ഏതെല്ലാം സബ്ജക്ട്സ് ആണ് നമ്മൾ? എല്ലാ സബ്ജക്റ്റും പഠിക്കുന്ന എല്ലാ സബ്ജക്റ്റും. ഹലോ, ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. നമ്മൾ ഈ ജെൻസി കുട്ടികൾക്ക് ഭയങ്കര ക്ലാരിറ്റിയാണ്, അവർക്ക് എന്ത് വേണം ഫ്യൂച്ചറിലേക്ക് എന്നൊക്കെ പറയും. പക്ഷെ ഈ ക്ലാരിറ്റിക്ക് പിന്നിൽ ദേ വിൽ ബി ഒബ്വിയസ്ലി ഹാവിങ് ഒരു സെറ്റ് ഓഫ് മെന്റേഴ്സ്, ഒരു സെറ്റ് ഓഫ് അക്കാഡമീസ്. അങ്ങനെ നമ്മൾക്കിപ്പോൾ പുതിയ എഞ്ചിനീയേഴ്സിനെയും ഡോക്ടേഴ്സിനെയും ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് എ ന്യൂ അക്കാഡമി ഇൻ ടൗൺ. അതാണ് ഫ്യൂച്ചർ പവേർഡ് ബൈ ഗോകുലം. വി ഹാവ് ദ ഫൗണ്ടേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സ് ഓഫ് ഫ്യൂച്ചർ പവേർഡ് ബൈ ഗോകുലം. ഹലോ, ഹായ്. ഞാൻ പറഞ്ഞത് ശരിയാണോ? ഭയങ്കര ക്ലാരിറ്റി ഉണ്ടോ ഇന്നത്തെ ജെൻസി കുട്ടികൾക്ക്? ഉണ്ടോ? നമ്മൾ മുൻപത്തെ വർഷങ്ങളെ അപേക്ഷിച്ച് പാരന്റ്സിന് ഒരു വിഷൻ ഉണ്ടാവും, പക്ഷെ കുട്ടികൾക്ക് മറ്റൊരു വിഷൻ ആയിരിക്കും ഉണ്ടാവുക, മെജോറിറ്റി കേസിലും ഉണ്ടാവുക. അപ്പൊ അവര് തമ്മിലുള്ള ഒരു ക്ലാഷ് ഇങ്ങനെ തുടക്കത്തിൽ ഉണ്ടാവും. പിന്നെ ഏകദേശം ഒരു +2 ഒക്കെ കഴിഞ്ഞ് എക്സാം ഒക്കെ കഴിയുമ്പോഴാണ് ബോധം വരുന്നത്. പിന്നെ അതിന് പറയാനുള്ളത്, ഇപ്പൊ കുറച്ചു വർഷം മുന്നേ ഒക്കെ ഇപ്പൊ നമ്മളൊക്കെ വരുന്നൊരു കാലഘട്ടത്തിലൊക്കെ പാരന്റ്സ് ആയിരുന്നു കുട്ടികൾ എങ്ങോട്ട് പോകണം, ഏത് മേഖല തിരഞ്ഞെടുക്കണം എന്നൊക്കെ തീരുമാനിച്ചിരുന്നത്. അതിൽ നിന്ന് മാറി നമ്മുടെ ഈ പുതിയ തലമുറ അവര് തന്നെയാണ് എനിക്ക് തോന്നുന്നു 90% അവർ തന്നെയാണ് ഇന്നത് ഡിസൈഡ് ചെയ്യുന്നത്. അത് ഒരു കണക്കിന് നല്ലതുമാണ്. കാര്യം അവരുടെ പാഷൻ അനുസരിച്ച് അവർക്ക് മുന്നേറിയാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ അവർ പിന്നെ ചില കാര്യങ്ങളൊന്നും അവെയർ ആവേണ്ടതുണ്ട്. ചില കാര്യങ്ങളെ പറ്റി, പുതിയ ചില കോഴ്സുകളെ പറ്റിയും, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇന്ത്യയിലുള്ള വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പോകുന്നത്, എങ്ങനെയാണ് അവര് അതിലേക്കുള്ള എത്തിപ്പെടാൻ പറ്റുന്ന, അതൊക്കെ അവർ അവെയർ ആവേണ്ടതുണ്ട്. അപ്പോ അത്തരം കാര്യങ്ങളായിരിക്കും കുറച്ചുകൂടി നമുക്ക് സംസാരിക്കാം. അല്ലെ, ഇതിൽ തന്നെ ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ ഒരു മിനിമൽ പെർസെന്റേജ് പറയാം. നമുക്ക് ഒരു 10% അല്ലെ ഒരു 20% വരെയൊക്കെ ക്ലിയർ ക്ലാരിറ്റിയിലുള്ള ആളുകളാണ്. അവർ പ്ലാൻഡ് ആണ്, നേരത്തെ തന്നെ എന്ത് ചെയ്യണം, എങ്ങനെ പോകണം, ഭയങ്കര വിഷണറി ആയിട്ടുള്ള ആളുകൾ. പക്ഷെ ഒരു മെജോറിറ്റി ആളുകളും കൺഫ്യൂസ്ഡ് ആണ്. ഇവിടെ തന്നെ നിൽക്കണോ അല്ലെങ്കിൽ ഇനി പുറത്തെവിടെങ്കിലും പോകണോ, ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ആളുകളാണ്. അപ്പം പലപ്പോഴും പറഞ്ഞാൽ പാരന്റ്സും കുട്ടിയോട് ഒരുമിച്ച് നമ്മളെ അടുത്ത് വരാറുണ്ട്. ഇങ്ങനെയാണ് ഇവൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്, ഇവൾ ഇങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്, ശരിയാണോ? അപ്പോൾ അതിന്റെ പോസിറ്റീവ്സ് എന്താണ്, നെഗറ്റീവ്സ് എന്താണ്, അപ്പൊ എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി കുട്ടികൾ പാരന്റ്സിന്റെ കൂടെ നമ്മളെ മീറ്റ് ചെയ്യാറുണ്ട്. ഞങ്ങള് 3 പേരും പിന്നെ ഇപ്പോ പുതിയ സ്ഥാപനമായ ഫ്യൂച്ചർ പവർഡ് ബൈ ഗോകുലത്തിന്റെ ഫൗണ്ടേഴ്സ് ആണ്. ഞങ്ങൾ വർഷങ്ങളായി ഈ മേഖലയിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആണ്. അപ്പോ പിന്നെ ജാബി പറഞ്ഞ പോലെ ഡയറക്റ്റ് ആയിട്ട് ഇതിന്റെ ഗുണഭോക്താക്കൾ, അതായത് പാരന്റും കുട്ടിയെയും വർഷങ്ങളായി നമ്മൾ എടുത്തു വന്ന് സംസാരിക്കുകയും അവരുടെ ആശങ്കകൾ പങ്കുവെക്കുകയൊക്കെ ചെയ്യുന്നതാണ് നമ്മൾ. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഗ്രൗണ്ട് ലെവൽ ഇതിന്റെ റിയാലിറ്റിയെ ഞങ്ങളെപ്പോലെ അറിയുന്ന
ആളുകൾ ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ മറുപടി. ഓക്കെ, ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ നിങ്ങൾ ഈ പോളിസീസും നിങ്ങൾ കുട്ടികൾക്ക് ശ്രദ്ധ കൊടുക്കുന്നു ഇപ്പൊ എനിക്ക് പെട്ടെന്ന് തോന്നി, നിങ്ങൾ തുടക്കമാണ് ഫ്യൂച്ചർ, നമ്മൾ സ്ട്രെങ്ത് ഒക്കെ എങ്ങനെയാ പ്ലാൻ ചെയ്യുന്നത്? ഒരു ക്ലാസ് അങ്ങനെ ഉണ്ടോ? ഇത് ആക്ച്വലി തുടക്കം എന്ന് പറയുമ്പോൾ എനിക്കിത് പറയാനുള്ളത് സ്ഥാപനം മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ. ഇതിലുള്ള മുഴുവൻ ആളുകളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല പ്രായമുള്ള ആളുകളാണ്. പ്രായത്തിനപ്പുറം ഈ ഫീൽഡ് ഇതേ സെയിം ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അപ്പൊ അത് എന്താ വെച്ചാല് പുതിയ സ്ഥാപനത്തിന്റെ പേര് എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം എന്താണ് അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ. നമ്മുടെ സ്ട്രക്ചർ പറയുകയാണെങ്കിൽ ഇപ്പൊ ഡയറക്ടേഴ്സിനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മൊത്തം അക്കാഡമിക്സിനെ റൺ ചെയ്യുന്നത് നമ്മുടെ ഒരു അക്കാഡമിക് ഡയറക്ടർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അപ്പം ഗീതാ പ്രസാദ് സാറാണ്. സാറ് 35+ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള എൻട്രൻസിന്റെ ചരിത്രം എന്ന് പറയുന്നത് തുടങ്ങുന്നത് സാറിലൂടെയാണ്. പിന്നെ ഇതിനെ ഓഫ്ലൈനെ ഹെഡ് ചെയ്യുന്നത് റിജു ശങ്കർ സാറാണ്, കെമിസ്ട്രിയുടെ. എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഓഫ്ലൈനിന്റെ അക്കാഡമിക്സിനെ ഹെഡ് ചെയ്യുന്നത് സാറാണ്. ഓൺലൈനെ ഹെഡ് ചെയ്യുന്നത് ഫമീൽ സാറാണ്. ഫമീൽ സാർ എന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ ഒരുപാട് കാലമായിട്ടുള്ള ഫിസിക്സിലുള്ള വളരെ സീനിയർ ആയിട്ടുള്ള ഒരു അധ്യാപകനാണ്. പിന്നെ നമ്മളുടെ ഓരോ സബ്ജക്റ്റിനും ഓരോ അക്കാഡമിക് കൗൺസിൽസ് ഉണ്ട്. അതിൽ ലീഡ് ചെയ്യുന്ന സീനിയർ ആയിട്ടുള്ള ടീച്ചേഴ്സ്, അതിന്റെ താഴെ എല്ലാ ടീച്ചേഴ്സ്, അങ്ങനെ വലിയൊരു ബോഡിയാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ റൺ ചെയ്യുന്നത്. കാരണം നമ്മളുടെ ആഡിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വലിയൊരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സിനെ കാണാൻ പറ്റും. അപ്പൊ ടീച്ചേഴ്സ് ആണ് ഇതിന്റെ അംബാസിഡേഴ്സ്. കാരണം നമുക്ക് പ്രൗഡ്ലി പറയാൻ പറ്റും. കാരണം ഇപ്പോഴത്തെ കുട്ടികൾ ഒരു പക്ഷേ കാണുന്നുണ്ടാവും, പക്ഷെ മുമ്പ് പഠിച്ചു പോയ കുട്ടികളെല്ലാം ഇവരുടെ ക്ലാസ്സിൽ അതെ ഇവര് പഠിപ്പിച്ച കുട്ടികളാണ് ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും ഉള്ളത്. അപ്പൊ നമ്മളുടെ ഒരു ബാക്കപ്പ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ എക്സ്പീരിയൻസ്. ഞാനിപ്പോ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നെക്സ്റ്റ് സെറ്റ് ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സിനെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ അക്കാഡമി നിങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളോട് പറയുമ്പോഴേ അവർക്ക് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ട്രാറ്റജി വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ പോലെയുള്ള റൈറ്റ് മെന്റേഴ്സ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ ഞങ്ങൾ തരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസ് തരുന്ന ഇമോഷണൽ സപ്പോർട്ടാണ് വേണ്ടത്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഏതെല്ലാം ഫാക്ടേഴ്സ് ഇൻക്ലൂഡഡ് ആണ് ഒരു കുട്ടികൾക്ക് എൻട്രൻസ് ക്ലിയർ ചെയ്യുന്നതിൽ? നമുക്കതിൽ ഒരു ഫാക്ടർ ഒന്നും എടുത്ത് പറയാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ഇതെല്ലാം വേണം, ഇതെല്ലാം ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. കാരണം മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് വരുന്നതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒന്ന് കുറവ് വരുമ്പോഴാണ് കുട്ടികൾക്ക് അവിടെയാണ് പ്രശ്നം വരിക. അപ്പം എല്ലാം ഓക്കെയാണ്, റൈറ്റ് ഗൈഡൻസ് ഉണ്ട്, മെറ്റീരിയൽ അവരുടെ കയ്യിലുണ്ട്, ടൈം ടേബിൾ കറക്റ്റ് ആണ്, പക്ഷെ ഇമോഷണലി അവർ സ്റ്റേബിൾ അല്ല, അല്ലെങ്കിൽ മെന്റലി അവർക്ക് വരുന്ന പ്രശ്നം അത് വീട്ടിൽ നിന്നുള്ള പ്രശ്നമാവാം, പ്യുവർ പ്രഷർ ആവാം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ജീവിക്കുന്നത് എനിക്കൊന്നൊരു സോഷ്യൽ മീഡിയ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ജനറേഷനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സമയത്താണ്. അപ്പം മറ്റുള്ളവരുടെ നമ്മൾ ഒത്തിരി മുമ്പോട്ട് പോയി എന്ന് പറയും, ആൾക്കാർ പറയുന്നത് നമ്മൾ എന്തിനാ ബോധർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ ജനറേഷൻ ഒരുപാട് വാലിഡേഷൻ വേണ്ടി വരുന്ന ഒരു ജനറേഷനാണ്. അതായത് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്നും നമ്മൾ ഇതാണ് പഠിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും ആൾക്കാർ എന്ത് ആലോചിക്കും, ചിന്തിക്കുകയും അത് നമ്മളെ കുട്ടികൾ ഒരുപാട് നമ്മളെ ഇടയിൽ അങ്ങനെ വരുന്നതാണ്. കാരണം ഇപ്പൊ ഒരു ഹോസ്റ്റലുള്ള കുട്ടിയാണെങ്കിൽ ഇപ്പൊ റൂംമേറ്റ്സ് അങ്ങനെ പറയുന്നു, എന്നെ കുറിച്ച് ഇങ്ങനെ പറയുന്നു എന്നുള്ള തോന്നൽ പോലും അവർക്ക് മതി, ഡൗൺ ആയി പോവാനാണ്. നമ്മളൊരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത വിഷയത്തിലാണ് അവരെന്ത് ചെയ്യുന്നത്, ഡൗൺ ആവുന്നത്. അപ്പൊ എപ്പോഴും പറഞ്ഞാൽ കുട്ടിക്ക് ആവശ്യമുള്ളത്, എസ്പെഷ്യലി ഒരു റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കുട്ടി എന്ന് പറയുന്ന സമയത്ത് ഭയങ്കര മെന്റൽ പ്രഷറിലാണ്. ഇതുവരെയുള്ള ഒരു എൻട്രൻസ് കൾച്ചർ അങ്ങനെയാണ്. അപ്പൊ ആ കൾച്ചറിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യണം, മാറ്റം കൊണ്ടുവന്ന് അവരെ കൂടെ നിന്നുകൊണ്ട്, നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ മെന്റർഷിപ്പ് അതിന്റെ കൂടെ ഏറ്റവും വെരി വെരി ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. അപ്പം കാരണം ഓരോ മൊമെന്റിലും ആ കുട്ടിക്ക് പലതരത്തിലുള്ള ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. നിങ്ങൾ ശരിക്കും ഫ്യൂച്ചറിൽ ഇതിന് വേണ്ടിയിട്ട് എന്താ ഒരു പോംവഴി, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, ഞങ്ങൾ ഇത് എൻഷുർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്ന് പറയണ്ടാവല്ലോ? അത് തീർച്ചയായിട്ടും അതിന് നമ്മുടെ ഒരു മറുപടി എന്ന് പറയുന്നത് നമ്മുടെ ഒപ്പം ഉള്ള ടീച്ചേഴ്സ് തന്നെയാണ്. അതായത് നമ്മളിപ്പോ ഫ്യൂച്ചർ പവേർഡ് ബൈ ഗോകുലത്തിനൊപ്പം ഉള്ള ഇപ്പോ വന്നിരിക്കുന്ന ഒരു ടീച്ചേഴ്സ് എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ മുൻകാലങ്ങളിൽ റാങ്കുകൾ ഉണ്ടാക്കിയ ടീച്ചേഴ്സാണ്. അപ്പോൾ അവർ തന്നെയാണ് അതിന്റെ മറുപടി. അവർക്കറിയാം എങ്ങനെയാണ് കുട്ടിയിലേക്ക് റാങ്കിലേക്ക് കൊണ്ടുപോകേണ്ടത്, അല്ലെങ്കിൽ ക്രാക്ക് ചെയ്യേണ്ടത്, റാങ്കിലുപരി ഒരു എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യണമെന്ന് കൃത്യമായി അവർക്ക് അറിയാം. അപ്പൊ പലപ്പോഴും എന്താ പറയുക, ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾ പറഞ്ഞു കൊടുക്കുന്ന രൂപത്തിലായിരിക്കില്ല ഇവർ പറഞ്ഞു കൊടുക്കുക. ഇവർ കുറച്ചുകൂടി അതിന്റെ ക്ലാരിറ്റിയോട് കൂടി സംസാരിക്കും. എന്തൊക്കെ പഠിച്ചാൽ ഇത് എന്താണ് എത്രയും പെട്ടെന്ന് അധികം ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ആളുകളാണ് നമ്മളെ കുട്ടികൾ തന്നെ. ഇപ്പം പലപ്പോഴും ക്ലാസ്സിൽ നിന്നോ അല്ലെങ്കിൽ അല്ലാതെ പോലും
എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നാൽ പോലും ചോദിക്കാൻ പേടിക്കുന്ന കുട്ടികളാണ് ഇപ്പോഴും ഒരു എൻട്രൻസ് ഫീൽഡിലുള്ളത്. അപ്പൊ നമ്മളിപ്പം നേരത്തെ ആഷി പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കുട്ടികൾക്ക് മാറ്റം വന്നു എന്ന് പറയുമ്പോൾ പോലും ക്ലാസ് റൂമിലുള്ള കുട്ടി ഇപ്പോഴും എൻട്രൻസിൽ ഞാനൊരു ചോദ്യം ചോദിച്ചാൽ ബാക്കിയുള്ള ആളുകൾ എങ്ങനെ എന്ത് പറയും ഞാൻ ഭയം കുട്ടിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പറഞ്ഞാൽ പ്ലാൻ ചെയ്തിട്ടുള്ളത് കുട്ടിക്ക് എപ്പോഴും എന്തും തുറന്നു പറയാനുള്ള ഒരു വേദി, എന്തുണ്ടെങ്കിലും അവർ ആ ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റണം. ഇനി അവര് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്താണെന്നുള്ളത് ഏറെക്കുറെ നമുക്കറിയാം. സാറ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സ് ആണ് കൂടുതലുള്ളത്. അപ്പൊ അവർക്ക് തന്നെ അതിനുള്ള ആൻസർ ഓൾറെഡി എന്ത് ചെയ്യാൻ പറ്റും, അവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. കുട്ടിക്ക് ഇത് അവരുടെ ലൈഫിൽ ഒരു എക്സാം ആണ്. പക്ഷെ നമ്മൾ പല ടൈപ്പ് കുട്ടികളെ കണ്ടവരാണ്. പല വർഷങ്ങളായിട്ട് എന്താ പറയാ, ഇങ്ങനത്തെ എക്സാംസിന്റെ എന്താ പറയാ അപ്സ് ആൻഡ് ഡൗൺസ് നമ്മൾ കണ്ടതാണ്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എക്സാംസ്. ഇപ്പൊ നീറ്റ് ഇപ്പം 2016 തുടങ്ങിയത്. അതിനു മുമ്പ് AIPMT ആയിരുന്നു. അപ്പൊ അങ്ങനെ പല വേർഷൻസ് ഓഫ് എൻട്രൻസ് എക്സാം കണ്ട് വന്നിട്ടുള്ള ടീച്ചേഴ്സാണ്. അപ്പം ഓരോന്നിനും കുട്ടികൾക്ക് എന്താണ് വേണ്ടതെന്നും അതേസമയം ഇത്രയും എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോഴും നമ്മൾ അന്നേരം നോക്കുന്നത് പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള കൊടുക്കാൻ മാത്രമുള്ള ആണോ എന്നുള്ള ചോദ്യമുണ്ട്. കാരണം ഇപ്പോഴത്തെ കുട്ടികൾ വളരെ ഡിഫറെന്റ് ആണ്, കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് അവർ ഈവൻ പഠിക്കുന്ന കാര്യങ്ങൾ. പക്ഷെ അവരെയും ഈക്വലി ഇത്രയും എക്സ്പീരിയൻസ് പറയുമ്പോഴും ഇപ്പോഴത്തെ കുട്ടികളെ അഡ്രസ് ചെയ്യാൻ പറ്റുന്ന ലേറ്റസ്റ്റ് ആയിട്ട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ അവരുടെ പ്രശ്നങ്ങളെ വളരെ ലൈറ്റ് ആയിട്ടാണ് കാണുന്നത് ഇപ്പോഴും. കുട്ടികൾ ഞങ്ങൾ ഇവിടെ ഇത്രയും കഷ്ടപ്പെടുന്നില്ല, പാരന്റ്സിന്റെ അത് എല്ലാവർക്കും അവരുടെ പ്രശ്നമാണല്ലോ. നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു വലിയ പ്രശ്നം തന്നെയാണ്. കുട്ടികളുടെ പ്രശ്നം വളരെ ചെറുതായിട്ട് നമ്മളൊരു കുട്ടിയായി നിൽക്കുക എന്നുള്ളതാണ്. അതായത് കുട്ടികളോട് സംസാരിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും ഒരു കുട്ടിയായിട്ട് നിൽക്കുന്ന സമയത്ത് അവരുടെ വിഷമങ്ങൾ നമുക്ക് പെട്ടെന്ന് കുട്ടി പറയുന്നത് വളരെ ചെറിയ കാര്യമായിരിക്കും, പക്ഷെ കുട്ടിയെ സംബന്ധിച്ച് അത് വളരെ വലിയ പാരന്റ്സും ആക്ച്വലി ടീച്ചേഴ്സും മനസ്സിലാക്കണം. വളരെ ചെറിയ കാര്യം. എന്റെ അടുത്തൊക്കെ വരുന്ന ഒരുപാട് കുട്ടികൾ പറയുന്ന കാര്യം കേട്ടാൽ നമുക്ക് ചിലപ്പോൾ നമുക്ക് ചിരിക്കാനൊക്കെ തോന്നും. പക്ഷെ കുട്ടി വളരെ സീരിയസ് ആയിട്ടും ഭയങ്കര ഇമോഷണലി ഒരു എന്താണ് ട്രോമയിലൊക്കെ ആയിരിക്കും നമ്മളോട് പറയുന്നത്. ആ കുട്ടിയെ കേൾക്കുക, അതിനുള്ള പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കുക. പലപ്പോഴും ഒരു ഘട്ടത്തിൽ ഒരു ഉത്തരം കൊണ്ട് ആ കുട്ടിയെ നമുക്ക് അതിൽ നിന്നും മോചിതാക്കാൻ പറ്റില്ല. അത് നമ്മൾ നിരന്തരമായി കുട്ടിക്ക് നമ്മൾ എന്ത് മെന്റർ ചെയ്തുകൊണ്ട് കുട്ടിയെ പതുക്കെ അതിൽ നിന്ന് മാറ്റിയെടുത്ത് ഇപ്പൊ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ അങ്ങനെ നമുക്ക് പറയാൻ കഴിയും. അതിൽ ഇപ്പോൾ 2 വർഷം മുന്നിൽ എൻ്റെ ഒരു അനുഭവം, വളരെ മിടുക്കിയായ ഒരു കുട്ടി സ്ഥിരമായി നമ്മുടെ അടുത്തൊക്കെ വന്ന് സംസാരിക്കുന്നു. നമ്മൾ റാങ്ക് പ്രതീക്ഷിക്കുന്ന കുട്ടിക്ക്, ആ കുട്ടി ഇമോഷണലി ഒരു കുഴപ്പമില്ലാത്ത കുട്ടിയാണ്. ഇമോഷണലി ഇപ്പൊ മീൻസ് സ്റ്റേബിൾ ആണ് കുട്ടി. ഇപ്പൊ പലപ്പോഴും ഇത്തരത്തിലുള്ള ഇവരുടെ ഹോസ്റ്റലിന്റെ കാര്യം പറഞ്ഞ പോലെ ചില കുട്ടികൾ വെറുതെ ചിലപ്പോ ഒരു പാസിംഗ് കമന്റ് ആയിട്ട് ഈ നീറ്റൊന്നും കിട്ടാൻ പോകുന്നില്ല, അല്ലെങ്കിൽ JEE ഒന്നും ക്രാക്ക് ചെയ്യാൻ പറ്റൂല എന്നൊക്കെ വെറുതെ അങ്ങനത്തെ കമന്റ്സിൽ പോലും എന്താണ് പ്രശ്നമുണ്ടാവുന്ന കുട്ടികളുണ്ട്. അപ്പൊ അത്തരത്തിലൊന്നും ഇല്ലാത്തൊരു കുട്ടി, ആ കുട്ടിക്ക് വന്നത് ഒരു നമ്മുടെ നീറ്റ് എക്സാമായി ബന്ധപ്പെട്ട് ധാരാളം പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതൊന്നും ഇല്ലാത്തൊരു വർഷം, ആ വർഷം നടന്നത് ഈ കുട്ടി എക്സാം എഴുതും, OMR ഷീറ്റ് വാങ്ങുന്നു, അതെനിക്ക് വെള്ളം പറയുന്നു. പിന്നെ അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കുട്ടി അവിടെ ഉണ്ടാവുന്ന ഒരു പ്രശ്നം. അപ്പൊ ഈ വന്ന ഇൻവിജിലേറ്ററിന് എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റി കൊടുക്കാൻ പറ്റുമോ പറ്റില്ലേ, കൺഫ്യൂഷൻ. അപ്പൊ ഒരു 10-15 മിനിറ്റ് പോകുന്നു, ആ കുട്ടി ഇമോഷണലി ഡൗൺ ആയി പോകുന്നു എന്ന് പറഞ്ഞാൽ ആ കുട്ടി അത്രയും വർഷം അധ്വാനിച്ചതും ഒരൊറ്റ മൂമെന്റ് തകർന്നു പോവുകയാണ്. തീർച്ചയായും കുട്ടി നമ്മുടെ അടുത്ത് ആ ട്രോമ നമ്മൾ മനസ്സിലാക്കിയ കുട്ടി കോഴ്സേ മാറിപ്പോകാൻ തീരുമാനിക്കുന്നു. നമ്മളെ കുട്ടിയെ വീട്ടിൽ പോയി കാണുന്നു, സംസാരിക്കുന്നു, നമ്മുടെ അടുത്ത് തിരിച്ചു വരുന്നു. പിന്നെ നെക്സ്റ്റ് ഇയർ ഒബ്വിയസ്ലി മിടുക്കി കുട്ടിയാണ്, തീർച്ചയായും ഹൈ റാങ്കിലൂടെയാണ് കുട്ടിക്ക് പോകാൻ പറ്റിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ആ കുട്ടിക്ക് പിന്നാലെ പോയിട്ടില്ലെങ്കിൽ ആ കുട്ടി ഒരു വലിയ ട്രോമയിലേക്കായിരിക്കും ഒരു പക്ഷെ പോവുക. നമ്മളൊരു വർഷത്തെ ഒരു പ്രശ്നം കുട്ടിക്ക് മുന്നിൽ ഉണ്ടെങ്കിലും അത് നമ്മൾ പരമാവധി പറഞ്ഞ് ഒരു വർഷം കൂടിയല്ലേ മോളെ നമ്മളൊപ്പം നിൽക്കാം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന കുട്ടി ഇപ്പോ പ്രശസ്ത മെഡിക്കൽ കോളേജിൽ ഇപ്പൊ പഠിക്കുന്നു. ഇപ്പോൾ ലാസ്റ്റ് സമയം കണ്ടായിരിക്കും. നമുക്കിപ്പോ 5 ക്യാമ്പസുകളുണ്ട്. എത്ര കുട്ടികളെയും അക്കോമഡേറ്റ് ചെയ്യാനുള്ള വിപുലമായിട്ടുള്ള ക്യാമ്പസുകൾ കോഴിക്കോടും തൃശ്ശൂരും എറണാകുളം കൊല്ലം ട്രിവാൻഡ്രം അങ്ങനെ 5 ക്യാമ്പസുകൾ കേരളത്തിൽ തന്നെ. ഓക്കെ, പിന്നെ ഓൺലൈനായിട്ട് ഈ പറയുന്ന നീറ്റ് ജോയിയുടെ കോച്ചിങ് ഉണ്ട്. ഇതൊക്കെ ഇതിപ്പോ ഓഫ്ലൈൻ എന്ന് പറയുന്ന സമയത്ത് അതുകൊണ്ട് നമ്മൾ എല്ലാവരും അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതായത് നമ്മളിപ്പോ പറഞ്ഞു എന്താ പറയാ, വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഒരു 69,000 രൂപയ്ക്ക് ഒരു വർഷം റിപ്പീറ്റ് ചെയ്യാന്ന് പറയുന്നത് നമ്മളുടെ ഈ പറയുന്ന പണ്ട് ഒരു 10 വർഷം നമ്മുടെ ഇത് ട്രാൻസ്പെറന്റ് ആയിട്ട് പലപ്പോഴും അറിയില്ല. അപ്പൊ സ്ഥാപനത്തിക്ക് ഒരു ഫോൺ ചെയ്ത് ഫീസ് എത്ര വെച്ചാൽ സ്ഥാപനം പറയില്ല, നേരിട്ട് വരൂ എന്നേ പറയും. അതെ, നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ട്രാൻസ്പെറന്റ് ആണ്. നമ്മൾ പബ്ലിക്കായ മീറ്റിങ്ങുകളിൽ ഈവൻ പത്രസമ്മേളനത്തിൽ വരെ നമ്മളെ ഫീസ്
പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നിലേക്ക് പോകുന്നത്. അതായത് ഒരു കുട്ടി 12th ശേഷം റിപ്പീറ്റ് ചെയ്യാൻ, അത് ഏതാണെങ്കിലും നീറ്റ് ആണെങ്കിലും ചെയ്യുകയാണെങ്കിലും ഓഫ്ലൈൻ ആയിട്ട് പഠിക്കാനുള്ള ഫീസ് 69,000 ആണ്. അതെ. നമ്മൾ പിന്നെ അവിടെ നമ്മൾ അപ്പൊ നിങ്ങൾ എല്ലാം നോക്കണമെന്ന് 1 വെച്ചാല് lakh മുകളിലാണ് 1 lakh above ആണ് എല്ലാ സ്ഥാപനങ്ങളും. അത് 2 lakh വരെ വാങ്ങുന്ന സ്ഥാപനങ്ങളുണ്ട്. 2 lakh 3 lakh ആ റേഞ്ചിലാണ് റിപ്പീറ്റർ കോഴ്സുകൾ നമുക്ക് വേറെ എല്ലാ സ്ഥലത്തും. ഇനി അത് ഓൺലൈൻ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് 10,000 എന്ന് പറയാം. ഓക്കെ, നിങ്ങളുടെ അടുത്ത് കുട്ടികൾ ചിലപ്പോൾ വരുന്നുണ്ടാവില്ല, മീൻസ് അവർ ഇത്ര നാളും കഷ്ടപ്പെട്ടിട്ട് അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് ഈ ഒരു വാക്കാണ്, ഒരിക്കലും ഉണ്ടാവരുത് എന്ന് ആണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ആ എക്സാം ക്യാൻസൽ ചെയ്ത സമയത്ത് കുട്ടികൾ ഭയങ്കരമായിട്ടുള്ള മാനസിക പ്രശ്നത്തിലായിരുന്നു. പക്ഷെ നമ്മൾ വീണ്ടും ക്ലാസ്സുകളൊക്കെ തുടങ്ങി. ഇപ്പം എല്ലാരും ബാക്ക് ടു നോർമൽ ആണ്. നമ്മുടെ അടുത്തുണ്ട്, നമ്മുടെ അടുത്ത് വന്ന് വളരെ നല്ല രീതിയിൽ പഠിച്ചു പോകുന്നുണ്ട്. ആ ടെൻഷനൊക്കെ അവർക്ക് മാറി. അവരിപ്പോ നോർമൽ, എനിക്ക് തോന്നുന്നു അവര് ഇപ്പൊ ഒരു പുതിയ പരീക്ഷ ആദ്യമായി എഴുതുന്ന രൂപത്തിലേക്ക് ആൾറെഡി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ കണ്ട കുട്ടികളൊക്കെ സംസാരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. പിന്നെ ഈ +2 കഴിഞ്ഞ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അഡീഷണലി ഒരു 1.5 മാസം കൂടി പ്രിപ്പയർ ചെയ്യാനോട് കിട്ടുകയാണ്. കാരണം ഇതിൽ മെജോറിറ്റി കുട്ടികളും +2 കഴിഞ്ഞ് വരുന്ന ആളുകളാണ് എക്സാം എഴുതുന്നത്. കാരണം റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളെക്കാട്ടിലും കൂടുതൽ വരുന്നത് കറന്റ്ലി അക്കാഡമിക്സിന്റെ കൂടെ തന്നെ എൻട്രൻസിനും ട്രൈ ചെയ്യുന്ന കുട്ടികളാണ്. അതെ അതെ, അങ്ങനെയാണ്. ഇപ്പം നോർത്ത് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിലും അവര് പഠിക്കുന്നത് നമ്മളെ ഇവിടെ പഠിക്കുന്ന പോലെ 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടല്ല. അവര് ചിലപ്പോ 7th തൊട്ടോ അല്ലെങ്കിൽ 5th തൊട്ടോ പ്രിപ്പയർ ചെയ്ത് സ്കൂളിന്റെ കൂടെ തന്നെ പ്രിപ്പയർ ചെയ്ത് ഫൗണ്ടേഷൻ. ഒരു നോർത്ത് ഇന്ത്യൻ കൾച്ചർ അങ്ങനെയാണ്. നമ്മളിപ്പോ അവരെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ പോലും അവരുടെ പ്രിപ്പറേഷൻ ആ ലെവലിൽ റാങ്ക് എല്ലാം നമ്മൾ പലപ്പോഴും ഇതെല്ലാം സംസാരിക്കുമ്പോഴും നമ്മൾ ഈ നോർത്ത് ഇന്ത്യൻ ലോബി എന്നൊക്കെ പറഞ്ഞ് നമ്മള് അവരെ തള്ളി പറയുമ്പോഴും അത് ഒരു ഭാഗത്തുണ്ട്. പക്ഷെ അവരുടെ പ്രിപ്പറേഷൻ, അവരെടുക്കുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് വളരെ ചെറിയ പ്രായത്തിൽ 5ാം ക്ലാസ് മുതൽ തന്നെ അതിന്റെ ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ ആരംഭിച്ച് അങ്ങനെയാണ് ഒരു 12ാം ക്ലാസ്സിൽ എക്സാം ഒന്ന് എഴുതുന്നത്. പക്ഷെ അതിനേക്കാൾ എത്രയോ 12ാം ക്ലാസ്സിൽ എക്സാം എഴുതുന്നത് അവര് 10ാം ക്ലാസ് ഒക്കെ എത്തുമ്പോഴേക്ക് 12th പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടോ ആ രൂപത്തിലാണ്. അപ്പൊ അവരോടാണ് നമ്മുടെ, അതായത് 5ാം ക്ലാസ്സിലുള്ള കുട്ടി ആ സമയത്ത് പഠിക്കുന്നത് ചിലപ്പോൾ 7th കണ്ടന്റ് ആയിരിക്കും. അവരോട് നമ്മൾ കോമ്പീറ്റ് ചെയ്തു. പക്ഷെ നമ്മുടെ കപ്പാസിറ്റി, നമ്മുടെ കേരളത്തിലുള്ള കുട്ടിയുടെ കപ്പാസിറ്റി ഇതിൽ എത്രയോ വലുതാണ്. പക്ഷെ പലപ്പോഴും അവർക്ക് അതിനുള്ള ഒരു സാഹചര്യം കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ്. ഉണ്ട്, വലിയ ഫീസ്. ഇപ്പൊ 6ാം ക്ലാസ്സിലൊരു കുട്ടിക്ക് ഒരു ഫൗണ്ടേഷൻ കോഴ്സിന് ചേരണമെങ്കിൽ വലിയ ഫീസ്. അപ്പൊ ഒരിക്കലും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു ഫീസ് സ്ട്രക്ചറാണ് പല സ്ഥാപനങ്ങളും എന്ത് ചെയ്യുന്നത്, ഇവിടെ ഒരുക്കുന്നത്. അപ്പൊ നമ്മളൊരു ആക്ച്വലി ഒരു സ്ഥാപനം തുടങ്ങാൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചിന്തിക്കുമ്പോൾ പോലും നമ്മൾ മുന്നോട്ട് വെച്ച ആശയം എല്ലാ കുട്ടികൾക്കും പരമാവധി ഇതിലേക്ക് വന്ന് നമ്മുടെ മിടുക്കരായ കേരളത്തിലെ കുട്ടികളുണ്ട്, ഇന്ത്യയിലുള്ള പ്രമുഖമായ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അവിടെ എത്തിക്കുക. അതിനവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ഫീസിൽ, നമുക്കൊരു ഒരു നടത്തിക്കൊണ്ടുപോകാനുള്ള ഒരു ഫീസിൽ അവരെ എന്ത് ചെയ്യുക, അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോവാം. അതിന് ഒബ്വിയസ്ലി നമ്മളെ സഹായിച്ചത് ഗോകുലം തന്നെയാണ്. അപ്പൊ നമ്മൾ സംസാരിച്ച മുന്നേ പറയുണ്ടായി സാറിന് ഒത്തിരി വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ആക്ച്വലി ഒരു 10-25 വർഷം ഉണ്ടാവും. ഓക്കെ, ഞാൻ സാറിന് ഒരു പ്രശ്നം വരുന്നല്ലോ. ഓക്കെ, ഒരു 20 years എപ്പോഴും നല്ല തന്നെയല്ലേ. 20 years പ്ലസ് ആയിട്ട് ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അപ്പൊ ഈ കുട്ടികൾ എപ്പോഴും ഏത് കോമ്പറ്റേറ്റീവ് എക്സാംസിനാണെങ്കിൽ ഇന്നത്തെ കാലത്ത് പറയുന്നത്, എനിക്ക് ടീച്ചറിനേക്കാൾ കൂടുതൽ എനിക്കൊരു മെന്റർ ആയിരിക്കണം ത്രൂ ഔട്ട് ദ ജേർണി ഗൈഡ് ചെയ്യാൻ. നിങ്ങൾ അതിനെ എത്രത്തോളം എന്താ പറയാ നീതി പുലർത്തുന്നുണ്ട്? അതിൽ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ടീച്ചേഴ്സ് എല്ലാം ഗംഭീര മെന്റേഴ്സ് തന്നെയാണ്. അങ്ങനെ പറഞ്ഞു, ആ രൂപത്തിൽ പറഞ്ഞു. എല്ലാവരും എല്ലാ സമയത്തും എന്താണ് ഇവർക്ക് അവൈലബിൾ ആയിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പറയാം. അതിന് പുറമെ പിന്നെ കൂടാതെ നമ്മള് മെന്റർ എന്ന് പറയുന്ന ഒരു പോസ്റ്റർ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആളുകള് കുട്ടികളുടെ കൂടെ അലൈൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ന് വെച്ചാൽ കുട്ടികളുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസിൽ അവരുടെ എല്ലാ ആക്ടിവിറ്റീസും അപ്ഡേറ്റ് ചെയ്യാനും പാരന്റ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അപ്പം ടീച്ചേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും, അങ്ങനെ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഇൻസിഡന്റ്, ചില കുട്ടികൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. പക്ഷെ അവരെ കൂടെ നിൽക്കുന്ന ഒരാളെടുത്ത് ഏകദേശം ഒരു സെയിം ഏജ് എന്ന് പറയാം, നമുക്ക് സെയിം ഏജ് അല്ലെങ്കിൽ പോലും കാഴ്ചയിലെങ്കിലും ഒരേ വയസ്സ് തോന്നിക്കുന്ന, അതെ, അപ്പം അങ്ങനത്തെ ഒരാളുകളെ അവർക്ക് അതെ, അപ്പൊ അങ്ങനത്തെ ഒരാൾ അവരെ കൂടെ എപ്പോഴും അവൈലബിൾ ആക്കും. അപ്പൊ അവര് തന്നെ എല്ലാ കാര്യങ്ങളും, അവർ കുറച്ചുകൂടി കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ ഈ ഒരു ഏജ് ഗ്രൂപ്പ് അവരെ സഹായിക്കും. പിന്നെ ഇത് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സാം ആണ്. സ്ട്രെസ് നമ്മൾ എത്രത്തോളം പറഞ്ഞാലും സ്ട്രെസ് ആണ്, അത് നമ്മൾ ഓൾറെഡി അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. വളരെ അധികം സ്ട്രെസ് ഉള്ള എക്സാംസ് ആണ് ഈ കോമ്പറ്റീവ് എക്സാംസ് പറയുന്നത്. അത് ഇങ്ങനത്തെ കോമ്പറ്റീവ് എക്സാം ആവണമെന്ന് പോലും ഇല്ല, നമ്മുടെ സ്കൂളിലെ എക്സാം പോലും ഈക്വലി സ്ട്രെസ്ഫുൾ ആണ്. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഒറ്റയ്ക്കായി പോവുകയാണ്, എന്ത്
എന്നുള്ള തോന്നലുണ്ടാവും. ഓക്കെ, ഐ എം അലോൺ, എന്നെ പോലെ വേറെ ആരും കഷ്ടപ്പെടുന്നില്ലല്ലോ, ഞാൻ മാത്രമാണല്ലോ സ്ട്രഗിൾ ചെയ്യുന്നതെന്ന് തോന്നുന്ന സമയത്താണ് നമുക്ക് ഈ മെന്റർഷിപ്പ് ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്നത്. അന്നേരമാണ് ഈ പറഞ്ഞ പോലെ ആ സമയത്ത് പറയുന്നത് ജാങ്കോ ഞാൻ പെട്ടു എന്നൊക്കെ പറയല്ലേ. പിന്നെ നമുക്കിത് മനസ്സിലാവും, ഓരോ കുട്ടിയും എക്സ്ക്ലൂസീവ് ആണ്. ഒരു 10 കുട്ടിയെ നമ്മളെടുത്ത 10 കുട്ടിക്കും 10 തരത്തിലുള്ള കഴിവാണ്, പഠിക്കാനുള്ള കഴിവ്, ഗ്രാസ്പ് ചെയ്യാനുള്ള കഴിവ്. അപ്പൊ ഇതൊക്കെ ഒരു ഒപ്പമുള്ളൊരു മെന്ററിനെ സംബന്ധിച്ച് കൃത്യമായി അത് രേഖപ്പെടുത്താനുള്ള പ്രത്യേക ഒരു പ്രൊഫൈൽ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓരോ കുട്ടിയുടെയും കഴിവ് എന്താണ്, വീക്ക്നെസ് എന്താണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ചില കുട്ടിക്ക് ഫിസിക്സ് ബുദ്ധിമുട്ടായിരിക്കും, ചില കുട്ടികൾക്ക് ഫിസിക്സ് എളുപ്പമായിരിക്കും, പകരം ബയോളജി ആയിരിക്കും ബുദ്ധിമുട്ടാകും. അപ്പൊ അങ്ങനെ ഒരു കുട്ടി നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുന്നതോടുകൂടി ആ കുട്ടിയെ പറ്റി നമ്മൾ കൃത്യമായി പഠിച്ച് അതൊരു പ്രൊഫൈൽ തയ്യാറാക്കി അങ്ങനെ അപ്പൊ മെന്റർ കൃത്യമായി അറിയാം ഈ കുട്ടിക്ക് എവിടെയാണ് വീക്ക്, എവിടെയാണ് പ്രശ്നം. ഇതെല്ലാം കുട്ടി മനസ്സിലാക്കി അത് ടീച്ചേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ പ്രശ്നത്തിനെ പരമാവധി പരിഹരിക്കുന്ന രൂപത്തിലുള്ള ഒരു അക്കാദമി പ്ലാൻ ആണ് ആക്ച്വലി ഫ്യൂച്ചർ വിഭാവനം ചെയ്തത്. ഇങ്ങനത്തെ ഒരു പ്ലാൻ ആക്ച്വലി കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള ഇടയില്ല. കുട്ടിയെ ഇൻഡിവിജ്വലായി മനസ്സിലാക്കി ഇതൊക്കെ പറയും പലപ്പോഴും അത് ഒരിക്കലും പ്രാബല്യത്തിൽ വരാറില്ല. ഞങ്ങൾ ഒരുപാട് ഈ കാലം ഇതിൽ പല തരത്തിലുള്ള സ്ഥാപനം കൂടി കടന്നു വന്ന ആളുകളാണ്, പലതരത്തിലുള്ള പോളിസി മേക്കിങ്ങിലും ഉണ്ടായ ആൾക്കാരാണ്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി ആ കുറവുകളെല്ലാം പരിഹരിച്ച് കൃത്യമായി ഓരോ കുട്ടിയെയും കെയർ ചെയ്യുന്ന രൂപത്തിലാണ് നമ്മുടെ അക്കാദമിക്സ് മുന്നിലേക്ക് പോകുന്നത്. നമ്മളൊരു വിഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കുട്ടികളുടെ കൂടെ ഫുൾ ടൈം അവൈലബിൾ ആവുക എന്നുള്ളതാണ്. നമ്മൾ തന്നെ ഇനിയിപ്പോ സ്റ്റാഫിന്റെ കൂടെ അവൈലബിൾ ആയിട്ടില്ലെങ്കിൽ പോലും കുട്ടികളുടെ കൂടെ ഫുൾ ടൈം അവൈലബിൾ ആവുക, നമ്മൾ 3 പേരും എന്തായാലും ചെയ്യും. കാരണം അവർ എപ്പോഴും നേരത്തെ അക്ഷി പറഞ്ഞ പോലെ ഒരു സ്ട്രെസ് ഫ്രീ അവരാക്കണം. അപ്പം എപ്പോഴും പറഞ്ഞാൽ നമ്മളുടെ ഒരു പ്രസൻസ്, അത് നമ്മൾ എന്ന് ഉദ്ദേശം നമ്മളെ ടീച്ചേഴ്സ് എല്ലാ ആളുകളും, കാരണം അവരെ കൂടെ നിൽക്കുമ്പോഴും ആ മാക്സിമം സപ്പോർട്ട്. കാരണം ഒരു പക്ഷേ ഹോസ്റ്റലിൽ നിൽക്കുന്ന ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ വീട്ടിലത്തെ അറ്റ്മോസ്ഫിയർ ഒക്കെ മാറി വരുന്ന സമയത്ത് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മളിപ്പോൾ ഹോം സിക്നെസ് ഇല്ല എന്ന് പറയുമ്പോഴും അത് ഫേസ് ചെയ്യുന്ന ആളുകളാണ് കുറെ ആളുകൾ. അപ്പൊ അവരെ കൂടെ മാക്സിമം എൻഗേജ് ചെയ്ത് അവരെ കൂടെ നിന്ന് പഠിക്കാനുള്ള എല്ലാ സപ്പോർട്ടുകളും ചെയ്ത് നമ്മൾ അവൈലബിൾ ആവുക എന്നുള്ളത് തന്നെയാണ് അതിനുള്ള ഏറ്റവും വലിയൊരു. റാങ്കിങ് എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ് മിക്കപ്പോഴും ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വരുമ്പോൾ ആളുകൾ മുന്നിൽ കണ്ടുവരുന്നത്. ഈ റാങ്കിങ്ങിൽ ഉപരി വേറൊരു സെറ്റും ഇതിൽ നിന്ന് ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് കിട്ടില്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? ഐ മീൻ ഈ ഒരു എക്സാം എഴുതി കഴിഞ്ഞ് കഴിയുമ്പോൾ ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക് അല്ലെങ്കിൽ ടോപ്പ് 100 റാങ്ക് അല്ലാതെയും അതിന് നിറയെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നില്ല. ഒബ്വിയസ്ലി അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ 5 റാങ്ക് 10 റാങ്ക് മാത്രമല്ല, പിന്നെ സീറ്റുകൾ അത്രത്തോളം അല്ല ഇവിടെ വേക്കൻസീസ്. അതായത് ഒരു MBBS അല്ലെങ്കിൽ ഒരു പിന്നെ ആ പറയുന്ന ഒരു ഡോക്ടർ ആവുക എന്നതല്ലാതെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഈ എൻട്രൻസ് എക്സാമിനേഷനിലൂടെ കിട്ടുന്നുണ്ട്. അറിയുന്നില്ല. പല പാരന്റ്സും അതിൽ അവെയർ അല്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ അതിലൊരു റിയാലിറ്റി. അതിനെപ്പറ്റി നിങ്ങളൊരു ഓറിയന്റേഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട്? തീർച്ചയായിട്ടും അതൊരു അക്കാദമിക് ഓറിയന്റേഷൻ ഒബ്വിയസ്ലി നമ്മൾ പല സ്ഥലങ്ങളിലും വെച്ച് അത് നമ്മുടെ ക്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യം നമ്മുടെ സ്റ്റുഡൻസിന് കൊടുക്കാൻ പോകുന്നത് അത് തന്നെയാണ്. അതായത് എന്ന് വെച്ചാൽ അവരെ മെയിൻ സ്ട്രീമിൽ നിന്ന് മാറ്റുക എന്നുള്ളതല്ല, പക്ഷെ അവർക്കുള്ള വൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആക്ച്വലി ഇത്തരത്തിലുള്ള ഒരു ഇന്റർവ്യൂലൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അത്രയും വലിയൊരു വാസ്റ്റ് ഏരിയ ആണ്. മിനിമം ഒരു 3-4 മണിക്കൂർ അല്ലെങ്കിൽ മിനിമം 2 മണിക്കൂറെങ്കിലും വെച്ച് പറയേണ്ടതായ കണ്ടന്റ് ഉള്ള അത്രയും കോഴ്സുകളുണ്ട്. അത്രയും ഓപ്പർച്യൂണിറ്റീസ് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇവർക്ക് വേണ്ടി. അതെല്ലാം നമ്മൾ കൃത്യമായി നമ്മൾ വെബിനാറുകൾ നടത്തുന്നുണ്ട്. അപ്പൊ അതിലൂടെയൊക്കെ പരമാവധി ആളുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്ന വന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ വാലിഡേഷൻ വരുമ്പോഴത്തേക്കുള്ള ഒരു പ്രശ്നം. നീറ്റ് ചെയ്യുന്ന പറയുന്നത് ഡോക്ടറും എഞ്ചിനീയറും ആവാൻ വേണ്ടി മാത്രമാണ് എന്ന് കരുതിയിട്ട് പ്രജുഡിസ്ഡ് ആയിട്ട് അവര് കംപ്ലീറ്റ്ലി ഇത് വേണ്ട എന്ന് വെക്കും. എന്തിനാണ് നീറ്റ്, എനിക്ക് ഡോക്ടർ ആവണം എന്നില്ല. പക്ഷെ ഈ പറഞ്ഞ അങ്ങനത്തെ മെന്റാലിറ്റി ഉള്ള കുട്ടികളോർക്കും ഈ പറഞ്ഞ പോലെ ഈ അവയർനെസ് കിട്ടാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട്. ഇത് മാത്രമല്ല എന്നും വേറെ പല ഓപ്പർച്യൂണിറ്റീസും ഉണ്ടെന്നും നമ്മളൊന്നും ചിന്തിക്കാത്ത പോലെ. ഇപ്പം എനിക്കറിയാത്തൊരു കോഴ്സായിരുന്നു പ്രോസ്തെറ്റിക് സയൻസ് എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് ഉണ്ട്. അപ്പം കൈയും കാലും പോയവർക്ക് ആംപ്യൂട്ടേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ഈ പ്രോസ്തെറ്റിക് ലെഗോ അല്ലെങ്കിൽ ആമോ ഫിക്സ് ചെയ്യുന്നത് എന്താ പറയാ, അതിന് മാത്രമായിട്ടുള്ള കോഴ്സ് നമ്മുടെ വെല്ലൂര് CMC-യിലുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോഴ്സാണത്. അപ്പം അതിനും നീറ്റ് തന്നെയാണ് വഴി. ഓക്കെ, അത് വളരെ അപ്പം റെയർ ആയിട്ടുള്ള കോഴ്സുകളാകുമ്പോഴത്തേക്കും ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. സ്കൂളുകൾ മാക്സിമം ഇത്തരം എന്താ പറയാ അവയർനെസ് എന്ത് ചെയ്യുക കുട്ടികളിലേക്ക് എത്തിക്കണം എന്നൊരു ഇങ്ങനത്തെ കോഴ്സുകൾക്ക് നമ്മൾ ഈ പറഞ്ഞ
ഹൈ റാങ്ക് ഒന്നും വേണ്ട നീറ്റിന്. അതെ അതാണ് മുന്നേ നമ്മൾ സംസാരിച്ചപ്പോ ഒരു ആവറേജ് സ്റ്റുഡന്റ്, അതായത് ചിലപ്പോൾ ഒരു 68% അല്ലെങ്കിൽ 70% മേളിൽ കിട്ടിയ കുട്ടികൾക്ക് പോലും ചിലപ്പോൾ ആകാൻ ചാൻസസ് സാധ്യതയുണ്ട്. നമുക്ക് ഞാൻ പറയാം, നേരത്തെ പറഞ്ഞ ഒരു പരീക്ഷയെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു പ്ലസ് ടുവിന്റെ പരീക്ഷ വെച്ചുകൊണ്ട് മാത്രം ഒരു കുട്ടിയുടെ കപ്പാസിറ്റിയെ നമുക്ക് ഒരിക്കലും അനലൈസ് ചെയ്യാൻ പറ്റില്ല. ഒന്ന്, അതൊരു ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ആ കുട്ടി എഴുതിയത്. മിടുക്കരായ കുട്ടികളുണ്ട്, അവർക്ക് വിവരിച്ച് എഴുതാൻ എന്താണ് താല്പര്യമില്ലാത്തവരുണ്ട്. പക്ഷെ അവര് ടക്കിന് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റുന്ന കുട്ടികളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ജെൻസി ടൈപ്പില്ല, കോഡുകൾ മാത്രമേ അവർക്ക് താല്പര്യമുള്ളൂ. അത്തരം കുട്ടികളുള്ള കാലമാണ്. അവരെ നമ്മൾ ഒരിക്കലും അവരുടെ ലാസ്റ്റ് കിട്ടിയ ഒരു ഈ പറഞ്ഞ പോലെ പ്ലസ് ടു കിട്ടിയ ഒരു മാർക്ക് അനലൈസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇതിനോട് ചേർത്ത് ചോദിച്ചപ്പോ എന്റെ തെറ്റിദ്ധാരണയായിരിക്കും. അതായത് ഈ എൻട്രൻസ് എക്സാം പഠിക്കാനിരിക്കുന്ന കുട്ടികൾക്ക് ഒരു ഡിസിപ്ലിനും കൺസിസ്റ്റൻസിയും വേണം. ഒരു 12 hours എങ്കിലും ഒരു ദിവസം പഠിച്ചിരിക്കണം. ഇതൊക്കെ എത്രത്തോളം ഇതെല്ലാം നേരത്തെ അതൊക്കെ ഓരോ കുട്ടിയും ഭയങ്കര എക്സ്ക്ലൂസീവ് ആണ്. ഇപ്പൊ ഒരു കുട്ടിക്ക് ഒരു പ്രാവശ്യം കേട്ടാൽ മതി ഒരു കാര്യം, ചിലപ്പോൾ ആ കുട്ടി ഹാർഡ് വർക്കിംഗ് ആവുകയില്ല. ആ ഒരു കപ്പാസിറ്റിയെ ചിലപ്പോൾ ആ കുട്ടി ഉപയോഗിക്കില്ല. ചില സമയത്ത് ചില കുട്ടികൾ ഭയങ്കരമായി എന്ത് ചെയ്യും, നിരന്തരം ഒരു സാധനം വായിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് അതിന്റെ മുകളിൽ കയറി വരും. ഇതൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അതാണ് നേരത്തെ പറഞ്ഞത്. അങ്ങനെ ഓരോ കുട്ടിയെയും ഐഡന്റിഫൈ ചെയ്ത് അവർക്ക് വേണ്ടത് കൊടുത്ത് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, മികച്ച വിജയങ്ങൾ. നമ്മൾ അക്കാഡമിക്സിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്ന റെപ്യൂട്ടേഷൻ ആണ്. അവർ ഈ മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഇപ്പൊ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി ഉണ്ടാവും, ഇതേപോലെ സാറ് പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഒരു പ്രാവശ്യം തന്നെ ക്ലാസ് റൂമിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവരത് കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പം എപ്പോഴും കമ്പാരിസൺ വരും. ഇവൻ ഇപ്പൊ റൂംമേറ്റ് ആണെങ്കിൽ പറയും ഇവൻ തീരെ പഠിക്കുകയില്ല, ശ്രദ്ധിക്കുകയില്ല, പക്ഷെ മാർക്കും ഉണ്ടാവും, ഇത് എങ്ങനെയാ കിട്ടുന്നതെന്നൊക്കെ നമ്മളെപ്പോഴും ഇങ്ങനെ കൺഫ്യൂഷൻ ആവും. അപ്പൊ ഇവരെപ്പോഴും പറഞ്ഞാൽ ഓൾറെഡി എല്ലാ കാര്യങ്ങളും പ്രോസസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ പറഞ്ഞാൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്നത് നമ്മുടെ അക്കാഡമിക്സിൽ എപ്പോഴും എവറി വീക്ക് എവറി മന്ത് നമ്മൾ റിപ്പീറ്റേഷൻ, നമ്മൾ റിവൈസ് ചെയ്യുക, എക്സാം എഴുതിപ്പിക്കുക, റിവൈസ് ചെയ്യുക, എക്സാം എഴുതിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി റീകോൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രോഗ്രാം. അതും ക്യുമുലേറ്റീവ് ആയിട്ട്. അപ്പം നമ്മൾ ഈ ഒരാഴ്ച പഠിപ്പിച്ചത് മാത്രമല്ല റിവൈസ് ചെയ്യുക, നമ്മൾ ഇങ്ങനെ ഒരു എക്സാം ക്യുമുലേറ്റീവ് ടെസ്റ്റ് വെക്കുമ്പോഴത്തേക്കും ആദ്യം തൊട്ട് പഠിച്ചത് ഒന്ന് റിവൈസ് ചെയ്യുക, എന്നിട്ട് എഴുതുക. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പ്രസ് മീറ്റിലോ എവിടെയോ ഞാൻ കേട്ട മാതിരി എന്തൊരു 3 days പോളിസി എന്തോ നിങ്ങൾ പറയുന്ന എവിടെയോ കേട്ടു. നമ്മുടെ ബ്ലെൻഡഡ് ഫോം 3 days ആണ്. അത് ഫസ്റ്റ് ഡേ നമ്മൾ ഓഫ്ലൈൻ ആയിരിക്കും. ഓഫ്ലൈൻ ക്ലാസ്സുകൾ കൊടുത്ത് കംപ്ലീറ്റ് തിയറിയും പഠിപ്പിച്ച് ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യിക്കും. എന്നിട്ടാണ് കുട്ടി ഹോസ്റ്റലിലേക്ക് ഓൺലൈനിലേക്ക് തേർഡ് ഡേ വന്നിട്ട് അവര് ഈ പഠിച്ച പോർഷൻസിന്റെ എക്സാം എഴുതിയിട്ടാണ് അടുത്ത ഒരു സെറ്റ് ഓഫ് പോർഷൻസിലേക്ക് പോവുക. അപ്പൊ ഒരു 3 ദിവസം കൊണ്ട് അത് കംപ്ലീറ്റ്ലി തറവാക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതിൽ ഭയങ്കരമായ ഇമ്പോർട്ടന്റ് കാര്യമാണ് സിസ്റ്റമാറ്റിക് ആയി പഠിക്കുക എന്നുള്ളത്. പലപ്പോഴും കുട്ടികൾ ഒരു കാര്യം ഓർഡറിലല്ല പഠിക്കുക. അവിടെ കുറെ സാധനം പഠിക്കും, ഇവിടെ കുറെ സാധനം പഠിക്കും. ഇത് പലപ്പോഴും ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ വരുമ്പോൾ അവർക്കൊരു ചോദ്യം കണ്ടാൽ ആൻസർ ചെയ്യാൻ കഴിയില്ല. അപ്പൊ പ്രത്യേകിച്ച് സയൻസ് പോലൊരു സബ്ജക്റ്റിന് ശരിക്കും എന്തുണ്ട്, ഒരു വളർച്ചയുണ്ട്. അപ്പൊ നമ്മള് ഓരോ ദൂരത്ത് നോക്കി നമുക്ക് ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ ഓരോ കാര്യം പഠിച്ച് ഇങ്ങനെ വരുന്നത്. നേരെ മറിച്ച് മറ്റു ചില സബ്ജക്റ്റുകൾക്ക് ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ 1ാം ലോക മഹായുദ്ധം പഠിക്കേണ്ട ആവശ്യമില്ല, 2ാം ലോക മഹായുദ്ധം പഠിക്കാൻ. സിമ്പിൾ, രണ്ട് ഇൻസിഡൻസ് ആണ്. ചില റിലേഷൻസ് ഉണ്ടെങ്കിലും അത് രണ്ട്. പക്ഷെ പലപ്പോഴും ചില സയൻസ് സബ്ജക്റ്റുകൾ അങ്ങനെയല്ല. നമുക്ക് ബേസിക് ആയ കാര്യങ്ങൾ അറിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹയറായ കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റും. അല്ലാത്ത അതിന് അപവാദമായ കാര്യങ്ങൾ വേറെ ഉണ്ട്, അല്ലാത്തതുകൊണ്ട്. പക്ഷെ ഒരുപാട് 99% കാര്യങ്ങളും ആദ്യത്തെ കാര്യം ബേസിക് അറിഞ്ഞാലേ നമുക്ക് അടുത്തേക്ക് പോകാൻ പറ്റും. അപ്പൊ അത് വളരെ സ്ട്രക്ചേർഡായി ഭയങ്കര സിസ്റ്റമാറ്റിക് ആയി പോയാൽ ആ ഒരു സിലബസിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് കൊടുത്താൽ കുട്ടി കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു സിസ്റ്റത്തെ പറ്റിയാണ് സംസാരിച്ചത്. ആ ഒരു സിസ്റ്റമാറ്റിക് സാധനം കുട്ടികളുടെ മനസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു പ്രൊസീജിയർ. ഓക്കെ, ഇതേ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കുട്ടികളുടെ ഇന്നത്തെ പഠന രീതി, സിസ്റ്റമാറ്റിക് രീതി ഒക്കെ പറയുമ്പോഴും ഇത് ശരി പറഞ്ഞാൽ കുട്ടികൾക്ക് റിസോഴ്സസ് കുറച്ച് ഓവർലോഡഡ് അല്ലേ? അതായത് ഇപ്പൊ ഞാൻ ചോദിക്കാം, നിങ്ങൾക്ക് ഇപ്പൊ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഫോമാറ്റ് ഉണ്ടാവും. അതല്ലാണ്ട് ഇപ്പൊ അവർക്ക് പറയാം ഞാൻ പോയി ആ യൂട്യൂബ് ക്ലാസ് ഒന്ന് കണ്ടു നോക്കട്ടെ, ഇതൊക്കെ മീൻസ് കുട്ടികൾ എപ്പോഴും ഇങ്ങനത്തെ മറ്റ് കാര്യങ്ങൾ കണ്ട് സ്ക്രൂട്ടനൈസ് ചെയ്ത് എപ്പോഴും നമ്മള് എപ്പോഴും സ്ക്രൂട്ടനിയിലാണ്. അവരെപ്പോഴും എളുപ്പമാണ് ആലോചിക്കുക. അതൊരു നല്ല വളരെ കിടിലൊരു ഒരു ചോദ്യമായിട്ടാണ്. ഇത്തരം നിങ്ങൾ കുറെ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഏറ്റവും മനോഹരമായ കാര്യം ഇപ്പൊ കുട്ടിയെ ശരിക്കും നമ്മൾ പഠിപ്പിക്കേണ്ടത് ഏത് ഭാഗത്ത് നിങ്ങൾ പഠിക്കണ്ട എന്ന് പറഞ്ഞു കൊടുക്കാനാണ്. അതാണ് നേരത്തെ. അപ്പൊ നമ്മൾ ഒരു മെറ്റീരിയൽ കൊടുക്കുന്നു, നമ്മൾ കുട്ടിയോട് പറഞ്ഞു നിങ്ങൾ ഇത് മാത്രം പഠിച്ചാൽ മതി എന്ന് തന്നെയാണ്.
മനസ്സിലായില്ല. മറ്റത് Trust ഒരുപാട് ചെയ്യാം, resource- 100% ഇപ്പൊ trust ചെയ്യാം. നമ്മളൊക്കെ പഠിച്ചു വന്ന സാഹചര്യത്തിൽ റിസോഴ്സ് നമുക്ക് കുറവായിരുന്നു. കുറവായിരുന്നു. ഇപ്പൊ എല്ലാം ഉണ്ട്. അപ്പൊ ഏതിലേ കുട്ടി പോവരുത്, ഇന്ന കാര്യത്തിലൂടെ മാത്രം അത് ഇതൊരു സിലബസ് ഓറിയന്റഡ് എക്സാം ആണ്. ആ സിലബസിന് അപ്പുറത്തേക്ക് പോകേണ്ട ഒരു കാര്യം കുട്ടിക്കില്ല. അപ്പൊ കൃത്യമായ സിലബസിൽ ഊന്നി പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങൾ ഈ ആളുകളുടെ എക്സ്പീരിയൻസ് വെച്ച് ഉണ്ടാക്കി അതാണ് നമ്മൾ കുട്ടിക്ക് കൊടുക്കുന്നത്. അത് മാത്രമേ കുട്ടി പഠിക്കുള്ളൂ. ആ ഒരൊറ്റ മെറ്റീരിയൽ പഠിച്ചാൽ ഞങ്ങൾ 100% ഉറപ്പാണ്. പിന്നെ നോർമലി ഇപ്പോ ചില സ്ഥാപനങ്ങൾക്ക് മെറ്റീരിയൽ ഒന്നുകിൽ എവിടെന്നെങ്കിലും ആ ഒരു ആൾറെഡി മുന്നുണ്ടാക്കി വെച്ചൊരു മെറ്റീരിയൽ എടുത്ത് ഇവിടെ റീബ്രാൻഡ് ചെയ്യും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നോ രണ്ടാളോ ഇരുന്ന് പെട്ടെന്ന് ഉണ്ടാക്കും. ഇത് അങ്ങനെയൊന്നുമല്ല. ഇത് നേരത്തെ പിന്നെ ജാവി പറഞ്ഞ പോലെ ഇതൊരു കൺസോർഷ്യമാണ്. ഇപ്പോ ഫിസിക്സ് ആണ്, ഫിസിക്സിന്റെ ഹെഡ് ഒരാളുണ്ടായിരിക്കും. ഒരു കൺസോർഷ്യമാണ് എന്ത് ചെയ്യുന്നത്, ഈ ക്വസ്റ്റ്യൻസ് എല്ലാവരും പല ആളുകളിലൂടെയും കടന്നു പോയിട്ടാണ് ഈ ചോദ്യം കുട്ടിയിലേക്ക് എത്തുന്നത്. അപ്പൊ ആ കുട്ടിയെ സംബന്ധിച്ച് അതൊരു ഫൈനൽ ചാപ്റ്ററിൽ നിന്നും പരമാവധി വരാവുന്ന ക്വസ്റ്റ്യനുകൾ അവർ പരിചയപ്പെട്ട് കഴിഞ്ഞു. പിന്നെ വേറൊന്നും വരാനില്ല. അതപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഞാൻ തന്നെ ഓർത്തു റിസോഴ്സസ് ഓവർലോഡ് ആണ്. കുട്ടികൾക്ക് പല ഗൈഡ് നോക്കുക, യൂട്യൂബ് വീഡിയോ നോക്കുക, വേറെ ആപ്സ് എടുക്കുക, പല അവരെപ്പോഴും ഇങ്ങനെ ആലോചിക്കും, ഈ ക്ലാസ് ആണോ ഈ ക്ലാസ് ആണോ എന്നല്ല, ഇതാണോ വേഗത്തിൽ തീരെ, ഇതാണോ വേഗത്തിൽ കഴിയാ. കൃത്യമായി എന്താണ് ഇതിനെ ചാനലൈസ് ചെയ്ത് തന്നെ കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് നമ്മളിതിൽ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും. പക്ഷെ കുട്ടികൾ സ്വാഭാവികമായിട്ടും നമ്മളൊപ്പം തന്നെ നിൽക്കും. കൃത്യമായി കുട്ടിക്ക് ഇത് കമ്മ്യൂണിക്കേറ്റ് ആവണം. നമ്മൾ പറയുന്നത് കറക്റ്റ് ആണെന്ന് കുട്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി കറക്റ്റ് ആയിട്ട് അതിനൊപ്പം നിൽക്കും. അങ്ങനെ വരും, നമുക്ക് ഉറപ്പാണ്. കാര്യം നമ്മുടെ ഈ പറഞ്ഞ പോലെയുള്ള ഈ സിസ്റ്റം അതിന് എല്ലാത്തിനും എക്യുപ്ഡ് ആണെന്നുള്ളതാണ് അതിന്റെ കാര്യം. പിന്നെ സ്വാഭാവികമായും ഗോകുലം ഗ്രൂപ്പിന്റെ ഒരു വലിയ പിന്തുണ അത് ഞങ്ങളെ സംബന്ധിച്ച് നൽകുന്ന ആത്മവിശ്വാസം ഭയങ്കര വലുത് തന്നെയാണ്. ഏത് സമയത്തും ഗോപാലേട്ടൻ വിളിക്കുന്ന സമയത്ത് നമുക്ക് തരുന്നൊരു സപ്പോർട്ട് അത് ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഭയങ്കര മുന്നിലേക്ക് ഒരു ഊർജം ഭയങ്കരം തന്നെയാണ്. ഇതേപോലെ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, നമ്മൾ അതുകൊണ്ട് എൻഡപ്പ് ചെയ്യാം. അതായത് പേരൻസ്, കുട്ടികളുടെ പിയർ പ്രഷർ, കുട്ടികൾക്കുള്ള കാര്യങ്ങൾ ഇമോഷണലി, അതേപോലെ തന്നെ ഫിനാൻഷ്യലി, ഇമോഷണലി എല്ലാ രീതിയിലും അവരും ഇതിലേക്ക് കുറെ ഇടുന്നുണ്ട്. അവര് നിങ്ങളോട് പറയുന്ന അവരുടെ ഏറ്റവും വലിയ പ്രഷർ എന്താണ്? നിങ്ങൾ അതിനെ സോർട്ട് ഔട്ട് ചെയ്യാൻ അവരോട് എന്താ പറയാനുള്ളത്? പാരൻസിനോട് പറയാനുള്ള വെച്ചാൽ, എപ്പോഴും നേരത്തെ അഷി പറഞ്ഞ പോലെ തന്നെ ഒരു സ്ട്രെസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇനി നമ്മളിപ്പോൾ ഒരു എടുക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു 10th കഴിഞ്ഞ ഒരു കുട്ടിയാണെന്ന് വിചാരിക്കാം. അവരിപ്പോൾ പിന്നെ നമ്മളുടെ സ്കൂളിലേക്കാണ് വരുന്നതെന്ന് വിചാരിക്കാം. നമുക്ക് അപ്പോൾ സ്കൂളിലേക്ക് വരുന്ന സമയത്ത് ചെറിയ കുഞ്ഞുങ്ങളാണ്. അപ്പം അവർ സാധാരണഗതിയിൽ അവരുടെ ചുറ്റുവട്ടത്തുള്ള ഏതെങ്കിലും ഒരു സാധാരണ സ്കൂളിൽ പഠിക്കുന്നതിൽ നിന്നും മാറ്റിയിട്ട് ഒരു ഇൻ്റഗ്രേറ്റഡ് ഫോമിലേക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ടെൻഷൻ ഇതിലും കൂടുതലായിരിക്കും. അപ്പോൾ അവരൊരു ഹോസ്റ്റലിൽ നിർന്ന് പഠിക്കുന്ന സമയത്ത് അപ്പം എപ്പോഴും പറഞ്ഞാൽ ഈ കൺസേൺ എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ആദ്യമേ പറയുന്നത് ആ കുട്ടി ഫ്യൂച്ചറിൽ വന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഞങ്ങളെ കുട്ടികളാണ്. അപ്പം നമ്മളെ വീട്ടിലുള്ള ഒരു കുട്ടിയെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അത് തന്നെയാണ് ഞങ്ങൾ ഇവർക്കും കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്. അപ്പം എന്ന് വെച്ചാൽ ഇപ്പം പുറത്തൂടെ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും പുറത്തുനിന്നുള്ള ആളുകളുടെ ഇടപെടലുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം എപ്പോഴും പറഞ്ഞാൽ നമ്മുടെ ഒരു ഹോസ്റ്റലിലേക്കുള്ള പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കൂളിൽ നിന്നാണോ അല്ലെങ്കിൽ നമ്മുടെ ക്യാമ്പസിൽ നിന്നാണോ കുട്ടി പഠിച്ചിറങ്ങുന്നത്, ആ മെന്ററുടെ പ്രസൻസിൽ എന്ത് ചെയ്യും, കുട്ടി നേരെ ബസ്സിലേക്ക് കയറും. ആ ബസ്സിൽ നിന്നും നേരെ കുട്ടി എങ്ങോട്ട് പോകുന്നു? ഹോസ്റ്റലിലേക്ക് പോകുന്നു. ഹോസ്റ്റലിൽ അവിടെ സെക്യൂരിറ്റി ഉണ്ടാവും, വാർഡൻ ഉണ്ടാവും, പിന്നെ എല്ലാ സുരക്ഷിതമായിട്ടുള്ള ആംബിയൻസും അവിടെ ഉണ്ടാവും, CCTV ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ റെഡി ആയിരിക്കും. അപ്പം എന്ന് വെച്ചാൽ കുട്ടിക്ക് ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷനുള്ള ഒരു പോസിബിലിറ്റി ഇല്ല. മാക്സിമം നമ്മുടെ ഇൻ ഹൗസിലൂടെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, കുട്ടി പോകുന്നതും വരുന്നതൊക്കെ തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ സേഫ്റ്റി എന്ന് പറയുന്നത്, കാരണം ഈ ഒരു കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് പല ഇതിലേക്കും പോകാനുള്ള സാഹചര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ വളരെ കൺസേൺ ആണ്. കാരണം ഒരു കുട്ടിയെ എങ്ങനെയാണോ നമ്മുടെ കയ്യിലേക്ക് തന്നിട്ടുള്ളത് അതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ട് അത് ഒരു എൻട്രൻസ് ക്രാക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇവരെ പഠിപ്പിച്ച് മാർക്ക് വാങ്ങുക എന്നുള്ളതല്ല, ഓവറോൾ ഡെവലപ്മെന്റ് ആണ്. അതിൽ നമ്മൾ കൂടെ നിന്ന്, അതായത് എപ്പോഴും പറഞ്ഞാൽ നമ്മൾ ഈ പ്രായത്തിലുള്ള സമയത്ത് നമ്മളെപ്പോഴും നമ്മുടെ ടീച്ചേഴ്സിനെയും നമ്മുടെ ചുറ്റുമുള്ള ആളുകളും അവരെങ്ങനെയാണ് നടക്കുന്നത്, അവരെങ്ങനെയാണ് ഇടപെടുന്നത് എന്നൊക്കെയാണ് നോക്കുന്നത്. അപ്പം അങ്ങനെ ഒരു റോൾ മോഡലായിട്ട് നിന്നുകൊണ്ട് തന്നെ അവരേറ്റവും നല്ലൊരു പെർഫെക്റ്റ് ഒരു ആളായിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, തിരിച്ച്
ഇത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പൊ ഈ കുട്ടി ചിന്തിക്കുക. അപ്പൊ നമ്മള് പാരന്റ്സിന്റെ കൺസേൺ ആണ് പറഞ്ഞത്, ഇതൊരു ജയിലായിരിക്കും. നേരം നിങ്ങൾ പറഞ്ഞു 12 മണിക്കൂർ പഠിക്കണം എന്ന് പറയുന്നു. ആ 12 മണിക്കൂർ എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ഇരുന്ന് പഠിക്കാന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് ആ 12 മണിക്കൂർ പ്രൊഡക്റ്റീവ് ആണോ നമ്മൾ ചിന്തിക്കണം. അതെപ്പോഴും നമ്മൾ അപ്പൊ എപ്പോഴും ചിലപ്പോ എന്താ പറയാ, ആ കുട്ടിയെ നമുക്ക് 12 മണിക്കൂർ ആക്റ്റീവ് ആക്കണമെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു റീഫ്രഷ് ചെയ്യേണ്ടി വരും. അതൊക്കെ ചെയ്യുന്നുണ്ട്. അതെല്ലാം നല്ലൊരു ക്ലാരിറ്റി ആയി പോയി. പാരന്റ്സ് ഇവനെ ഇവിടെ തന്നെ വിടാം. അപ്പൊ കുട്ടി വിചാരിക്കും ഇതൊരു ജയിലാണ്. ഒരിക്കലല്ല. പിന്നെ സ്വാഭാവിക കുട്ടിക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മെന്റേഴ്സിന്റെയും ടീച്ചേഴ്സിന്റെ അപ്പുറം കൗൺസിലേഴ്സ് ഉണ്ട്. സൈക്കോളജിക്കൽ കൗൺസിലേഴ്സ് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓറിയന്റേഷൻസ് അതിന്റെ കൂടെ നമ്മൾ ആഡ് ഓൺ ചെയ്തു. ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ഓറിയന്റേഷൻസ് അതാണ്. പിന്നെ അക്കാഡമിക്കലി പാരന്റ്സിന് നമ്മൾ അവയർനെസ് കൊടുക്കാന്നുള്ളത്. ഇപ്പം നമ്മള് റെഗുലർ ആയിട്ട് പാരന്റ്സ് ടീച്ചേഴ്സ് മീറ്റിംഗ് വെച്ച് കുട്ടികളുടെ എങ്ങനെയാണ് ഇതില് ഞാൻ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, പലപ്പോഴും ഇത്തരം സ്ഥാപനങ്ങള് പിന്നെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് പാരന്റ്സ് ഉണ്ടാവും, അതിന്റെ ഗ്രൂപ്പുകളൊന്നും ക്രിയേറ്റ് ചെയ്യില്ല. ഇപ്പൊ സോഷ്യൽ മീഡിയ എന്തിനും വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ, അങ്ങനത്തെ കമ്മ്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്. പലപ്പോഴും ഇവര് ഇത് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യില്ല. അതിന്റെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ഇഷ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവരും കൂടി എടുത്ത് വലിയ വിപ്ലവമാക്കി മാറ്റുമെന്ന് പേടിച്ചാണ്. പക്ഷെ നമ്മൾ തുടക്കത്തിലേ അത് ചെയ്യുന്നത്. നമ്മളെല്ലാ ഗ്രൂപ്പുകൾ പാരന്റ്സ് എല്ലാം അറിയണം എല്ലാ കാര്യങ്ങളും. അസോസിയേഷൻ ആദ്യമേ കുട്ടികൾ എന്താണ് അവരുടെ പ്രശ്നം അവർ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റും. പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ ഇങ്ങനെ വിഷയമല്ല. ഈ കുട്ടി നമ്മുടെ കുട്ടിയാണ്, നമ്മളൊരു വീട്ടിൽ പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് അറിയണ്ടേ. അപ്പൊ അതിനു വേണ്ടി ആ പാരന്റ്സ് ഗ്രൂപ്പ് തന്നെ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പറ്റുന്ന പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ പരിഹാരമാക്കി കൊടുക്കുക എന്ന് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം. ഞാൻ നേരത്തെ ഫീസിന്റെ കാര്യത്തിൽ ജാവി പറഞ്ഞ പോലെ വളരെ ട്രാൻസ്പെറന്റ് ആയി മുന്നിലേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ് കാര്യം. നമ്മൾക്കതാണ് ആഗ്രഹം, കേരളം അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതെ അതെ. ഇതിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഒരു 7th മുതൽ 12th വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ ഓൺലൈനായിട്ട് കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ട്യൂഷൻ, ഓൺലൈൻ ട്യൂഷനാണ്. പക്ഷെ അതിന്റെ ഫീസ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. നമ്മൾ ഒരു വർഷം ഒരു കുട്ടിയെ ട്യൂഷന് പറഞ്ഞേക്കണമെങ്കിൽ എത്ര രൂപ ചെലവഴിക്കണം എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും ചിന്തിച്ചറിയാം. അതിപ്പം നമ്മളെ കുട്ടികളെ പല ക്ലാസ്സുകളിൽ നമ്മൾ ട്യൂഷന് പറഞ്ഞിട്ടുണ്ടാവും. ഒരിക്കലും കേരളം എക്സ്പെക്ട് ചെയ്യാത്ത അല്ലെങ്കിൽ ഇന്ത്യയിൽ കാണാത്ത ഒരു ഫീസാണ് ഫ്യൂച്ചർ പവർഡ് ബൈ ഗോകുലം എന്ത് ചെയ്യുന്നത് മുന്നോട്ട്. 7th മുതൽ 10th വരെ സ്റ്റേറ്റ് ആവട്ടെ CBSE ആവട്ടെ പഠിക്കാൻ ഒരു വർഷത്തേക്ക് വേണ്ടുന്ന ഫീസ് എന്ന് പറഞ്ഞാൽ 999 ആണ്. 1000 രൂപയിൽ താഴെ. അതെ. ഇത് ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ? നോർമലി ഒരു ബുക്കിനൊക്കെ കാശ് വാങ്ങാൻ ഒരു ബുക്ക് കംപ്ലീറ്റ് ശരിക്കും അവര് വാങ്ങുന്ന ഒരു വർഷത്തെ നോട്ട്ബുക്കോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കോ ഫീസ് അതിലും എത്രയോ കൂടുതലായിരിക്കും. ഇത് 7th മുതൽ 10th വരെയുള്ള ഫീസാണ് 999 എന്ന് പറയുന്നത്. എനിക്ക് അതിൽ ഒരു ക്ലാരിറ്റി തരുമോ? ഇൻക്ലൂഡിംഗ് ഏതെല്ലാം സബ്ജക്ട്സ് ആണ് നമ്മൾ? എല്ലാ സബ്ജക്റ്റും പഠിക്കുന്ന എല്ലാ സബ്ജക്റ്റും ഒരു വർഷം നമ്മൾ അടിപൊളിയായിട്ട്, അതും അടിപൊളിയായിട്ട് നമ്മുടെ അടിപൊളി ടീച്ചേഴ്സ് അവരെന്ത് ചെയ്യും, ഒരു വർഷം പഠിപ്പിച്ച് റിസൾട്ട് ആക്കി അങ്ങ് തരും. ഇപ്പൊ പറഞ്ഞു വന്നത് ഇതേപോലെ ഓൺലൈൻ കോഴ്സുകളെ പറ്റിയും അതുപോലെ റിപ്പീറ്റേഴ്സിനെ പറ്റിയും ഒക്കെയാണ് നമ്മൾ കൂടുതൽ സംസാരിച്ചത്. നമുക്ക് അതിലേറെ എക്സ്ക്ലൂസീവായ മറ്റൊരു കോഴ്സ് ഉണ്ട്, ഫ്യൂച്ചർ സ്കൂളിംഗ് പ്രോഗ്രാം. അത് നമ്മൾ 10th കഴിഞ്ഞ കുട്ടികൾക്ക് ഈ അവരുടെ എന്താ പറയാ +2 പഠനത്തോടൊപ്പം തന്നെ മിക്സ് ചെയ്തുകൊണ്ട് എൻട്രൻസും കൂടി കൊടുത്ത് അവരുടെ ആ ഒരു 2 വർഷം കഴിയുമ്പോഴേക്ക് തന്നെ നീറ്റ് JEE പോലെയുള്ള മത്സര പരീക്ഷകൾ ക്രാക്ക് ചെയ്യാവുന്ന രൂപത്തിൽ ഡിസൈൻ ചെയ്ത ഒരു കിടിലൻ കോഴ്സാണത്. അതിപ്പോ നമുക്ക് അവൈലബിൾ ആയത് തിരുവനന്തപുരവും തൃശ്ശൂരും കാലിക്കറ്റും 3 ക്യാമ്പസുകളാണ് നമുക്ക് അതിനുള്ളത്. അത് ഒരു എന്താ പറയാ, അതും ഈ പറഞ്ഞ പോലെ അതിന്റെ ഒരു ഫീസും പറയുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി മറ്റ് ഏത് ഇന്റഗ്രേറ്റഡ് ഫോമിനെക്കാട്ടിലും വളരെ കുറവുള്ള ഫീസാണ് ഫ്യൂച്ചർ സ്കൂളിംഗ് പ്രോഗ്രാം എന്നാണ് അതിന്റെ പേര്. അപ്പൊ അതിലേക്ക് നമുക്ക് എന്താ പറയാ ഒരുപാട് അഡ്മിഷൻ ഏറ്റവും കൂടുതൽ വന്നത് സ്കൂളിംഗ് പ്രോഗ്രാമിലേക്കാണ്. കാരണം എപ്പോഴും പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മൾ നേരത്തെ നോർത്ത് ഇന്ത്യയിലൊക്കെ പറഞ്ഞ സമയത്ത് അവിടെ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പം 10th എത്തുമ്പോഴേക്ക് 12th പഠിച്ചു കഴിഞ്ഞു എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ നമ്മൾ ഒരു 10th കഴിഞ്ഞിട്ടെങ്കിലും നമ്മൾ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ 12th കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യാൻ പോകേണ്ടി വരും. അപ്പൊ അതില്ലാതെ, കാരണം 12th കഴിഞ്ഞ് പോകുന്ന സമയത്ത് എപ്പോഴും നേരത്തെ നമ്മൾ പറഞ്ഞ സ്ട്രെസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ അവിടെ കിടക്കുന്നുണ്ടാവും. പക്ഷെ ഈ 11th-ന്റെയും 12th-ന്റെയും കൂടെ പഠിക്കാന്ന് പറയുന്ന സമയത്ത് രണ്ടും ഒന്നാണ്. രണ്ടും സെയിം സിലബസ് ആണ് പഠിക്കേണ്ടത്. പഠിക്കുന്നത് 2 രൂപത്തിൽ എക്സാം എഴുതുന്നു, ഒബ്ജക്റ്റീവ് എഴുതുന്നു. ഇപ്പം തന്നെ CBSE മേജർ ക്വസ്റ്റ്യൻസും ഒബ്ജക്റ്റീവ് ആയി കഴിഞ്ഞു. അപ്പൊ എന്ന് വെച്ചാൽ ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പൊ അതുകൊണ്ട് അടിപൊളിയായിട്ട് ഈ 12th കഴിയുമ്പോഴേക്ക് തന്നെ ആള് ബോർഡ് എക്സാമിനേഷന് നല്ല സ്കോറും ഉണ്ടാവും, അതേപോലെ തന്നെ എൻട്രൻസും ക്രാക്ക് ചെയ്തിട്ടുണ്ടാവും.
ലൈഫ് സെറ്റിലായി. ഇതിൽ ആകെ എനിക്ക് ആഡ് ഓൺ ചെയ്യണം, നേരത്തെ അമ്മു ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും സെന്റേഴ്സ് ഉള്ളപ്പോഴും നമുക്ക് എന്തെങ്കിലും ലിമിറ്റേഷൻ ഉണ്ടോ കുട്ടികളുടെ എണ്ണത്തില്. നമുക്ക് ആകെ ലിമിറ്റേഷൻ ഉള്ളത് സ്കൂളിൽ മാത്രമാണ്. കാരണം സ്കൂളില് ബാച്ച് സൈസിലാണ്. അത് ഓൾറെഡി ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ അഡ്മിഷൻ ഒരുപാടായി. അപ്പൊ അവിടെ മാത്രമാണ് നമുക്ക് ലിമിറ്റേഷൻ ഉള്ളത്. ബാക്കിയുള്ള സ്ഥലത്ത് റിപ്പീറ്റേഴ്സിന്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ലിമിറ്റേഷൻ ഇല്ല. നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ സൗണ്ട് ആണ്. സ്കൂളിലേക്ക് വരുമ്പോൾ നമുക്ക് ആ സ്കൂളിന്റെ കപ്പാസിറ്റി എന്നുള്ളതുണ്ട്, ലിമിറ്റഡ് സീറ്റ്സ് ആണ്. അവിടെ മാത്രമാണ് നമ്മൾ അഡ്മിഷൻ ഓൾമോസ്റ്റ് ക്ലോസ് ആകാൻ പോവുകയാണ്. അപ്പം അവിടെ മാത്രമാണ് അവിടെ നമുക്ക് ആ പ്രശ്നം വരുന്നത്. ബാക്കി എല്ലായിടത്തും ഓപ്പൺ ആണ്. ഓൺലൈൻ കോഴ്സ് ആണെങ്കിൽ നമുക്ക് എത്ര വേണം അക്കോമഡേറ്റ് ചെയ്യാം. സ്കൂൾ വരുമ്പോഴത്തേക്കും ഒരു ഇപ്പൊ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ ഈ നീറ്റ് ജെഇ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുടെ പാരന്റ്സ് ഇപ്പോഴും മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നം നമ്മുടെ ഇവിടെ കിടക്കുന്നുണ്ട്. കാരണം ഒരു സ്ഥാപനത്തിൽ 10,000-20,000 കുട്ടികൾ ചിലപ്പോൾ പഠിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു 10,000 കുട്ടികൾ പഠിക്കുന്നുണ്ടാവും. പക്ഷേ ഈ റിസൾട്ട് ഒക്കെ നമ്മൾ കാണുന്നത്, ഇപ്പൊ പത്രങ്ങളിലൊക്കെ നമ്മൾ റിസൾട്ട് ഒക്കെ കാണുന്നേരം ഭയങ്കര റിസൾട്ട് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യും. റാങ്ക് 1, 2, 3 അല്ലെങ്കിൽ അങ്ങനെ പല നമ്പേഴ്സിലൊക്കെ നമ്മൾ സിംഗിൾ ഡിജിറ്റിലും അല്ലാതൊക്കെ നമ്മൾ കാണും. പക്ഷെ ഈ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ 20,000-ൽ നിന്നല്ല വരുന്നത്. കാരണം ഈ പറയുന്ന എല്ലാ സ്ഥാപനങ്ങളിലും പ്രധാനമായിട്ടും ചെയ്യുന്നത് ഇതിൽ നിന്നൊരു ഗ്രൂപ്പിനെ മാറ്റും, ഒരു ഫിൽട്ടർ ചെയ്യും. ഒരു 50 കുട്ടികളെ, അതെ, ഒരു 50 കുട്ടികളെങ്കിലും മിനിമം അവർ മാറ്റി വെക്കും. അപ്പൊ ഈ കുട്ടികൾക്കാണ് എക്സ്ക്ലൂസീവ് ആയിട്ട് ചില ടീച്ചേഴ്സ് ഉണ്ടാവുക, അവർക്കാണ് പ്രത്യേകം മെറ്റീരിയൽ ഉണ്ടാവുക, സ്പെഷ്യൽ ആയിട്ടുള്ള എക്സാം ഉണ്ടാവുക, അവരെയാണ് മോൾഡ് ചെയ്യുന്നത്. ബാക്കിയുള്ള കുട്ടികൾ മുഴുവൻ അവിടെയുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. കാരണം കിട്ടിയാ കിട്ടി, കിട്ടിയില്ല പോയി. കാരണം അവർക്ക് കിട്ടുന്ന ടീച്ചേഴ്സ് മറ്റൊരു വിഭാഗം ടീച്ചേഴ്സാണ്, പാർട്ട് ഓഫ് ദർ ബിസിനസ്. അതെ, എന്നേ പറയാൻ പറ്റില്ല. അപ്പൊ ഇവരെ ഈ റിസൾട്ട് വരുന്നത് അപ്പൊ എപ്പോഴും പറഞ്ഞാൽ ഈ ഒരു 50-ൽ നിന്നോ അല്ലെങ്കിൽ ഈ 100-ൽ നിന്നോ ആണ് ആ റിസൾട്ട് വന്നിട്ടുള്ളത്, അല്ലാതെ 20,000-ൽ നിന്ന് വന്ന റിസൾട്ടേ അല്ല. അപ്പൊ എപ്പോഴും പറഞ്ഞാൽ പാരന്റ്സ് വിചാരിക്കുന്നത് ഈ പറയുന്ന ആളുകളെ മുഴുവൻ പഠിപ്പിച്ചുണ്ടാക്കിയ റിസൾട്ടാന്നാ. അതല്ല റിയാലിറ്റി. ഇതാർക്കും അറിയില്ല. എല്ലാ സ്ഥാപനങ്ങളും അതാ ഫോളോ ചെയ്യുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഒരു വിഷൻ എന്താന്ന് വെച്ചാൽ, നമ്മുടെ കൂടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ട്. ഇതുപോലെ ഇങ്ങനെ കുറെ സ്ഥാപനങ്ങളിൽ നിന്ന ടീച്ചേഴ്സ് തന്നെയാണ്. ഇവരുടെ സേവനം മുഴുവൻ കുട്ടികളും, നമ്മുടെ സ്ഥാപനത്തിൽ 10,000 കുട്ടികളുടെ 10,000 കുട്ടികൾക്ക് ആ സേവനം കിട്ടണം, ഈക്വലി കിട്ടണം. ഈക്വാലിറ്റിയാണ്. അപ്പൊ കാരണം എന്താ വെച്ചാൽ ഇവിടെ പാഷനേറ്റ് ആയിട്ടുള്ള കുട്ടിപ്പുറത്ത് കിടക്കുന്നുണ്ട്. ഇവരെ പഠിപ്പിച്ചാൽ ഇവർ റിസൾട്ട് ആവുന്ന കുട്ടികളാണ്. പക്ഷെ അവർക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉള്ള ആളുകളെ കിട്ടാത്തത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെ നമ്മളുടെ മുഴുവൻ വിങ്ങിന്റെയും സേവനം മുഴുവൻ കുട്ടികൾക്കും, അത് ഒരു കുട്ടിക്കല്ല, അല്ല 50 കുട്ടിക്കല്ല, അവിടെ എത്ര കുട്ടിയുണ്ടോ ആ കുട്ടികൾക്ക് ആ പറയുന്ന സേവനം ഉറപ്പുവരുത്തി അടിപൊളി റിസൾട്ട് എല്ലാ ആളുകൾക്കും ഉണ്ടാക്കാം. അപ്പൊ അത് നമ്മളൊരു ആഗ്രഹമാണ്. കാരണം ഇത്രയും കാലം ഇവിടെ എല്ലാവരും വിശ്വസിച്ചിരുന്നത് ഇങ്ങനെയാണ്, ഇവർക്കേ ഇത് കിട്ടുള്ളൂ. അപ്പൊ ബാക്കിയുള്ള കുട്ടികളൊക്കെ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ അവർക്ക് അത് കിട്ടും, അവർ മാത്രമേ ഉള്ളൂ, ഞങ്ങൾ ഇത് കിട്ടൂല, ഞങ്ങൾക്ക് ഇനി അടുത്ത വർഷം നോക്കാം, അല്ല റിപ്പീറ്റ് ചെയ്യാം. ഇങ്ങനെയൊക്കെ തോട്ടിലേക്കാ പോകുന്നത്. എത്ര കുട്ടികളുണ്ട് റിപ്പീറ്റ് ചെയ്യാൻ വരുന്ന കുട്ടികൾ? ഒരു പരാതി പോലും പറയാതെ എന്താണ് തിരിച്ച് മടങ്ങി പോകുന്ന കുട്ടികളെ ഒരുപാട് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഒരു കുട്ടി എന്തെങ്കിലും എനിക്ക് ആ ബാച്ചിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ കൊടുക്കും, ഇത് ചെയ്ത് കാണിക്കുന്നു അറിയാം. ആ കുട്ടിക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം കുട്ടിന്റെ കോൺഫിഡൻസ് അപ്പാടെ പോവാണ്. അപ്പൊ നടക്കുന്നുണ്ട്. ഇത്തരം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ഫീൽഡിൽ നടക്കുന്നുണ്ട്. ഐ തിങ്ക് മുന്നേ സാർ പറഞ്ഞൊരു വാക്ക് ഞാൻ കട എടുക്കുകയാണ്. എനിക്ക് തോന്നുന്നു ശരിക്കും ഫ്യൂച്ചർ പവർഡ് ബൈ ഗോകുലം വിൽ ബി എ റെവല്യൂഷൻ. ആൻഡ് നിങ്ങള് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ വിഷൻ വളരെ ബ്യൂട്ടിഫുൾ ആണ്. അതും ഭയങ്കര അഫോർഡബിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ. ആൻഡ് സോ യു വിൽ ബി ഷേപ്പിംഗ് സോ മെനി ഡോക്ടേഴ്സ് ആൻഡ് മെനി അതർ പ്രൊഫഷൻസ് ആസ് വെൽ. ഐ തിങ്ക് സോ. താങ്ക് യു സോ മച്ച് ഫോർ ദ ടൈം. താങ്ക് യു. നമ്മൾ കുട്ടികളുടെ പിയർ പ്രഷറും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. പാരന്റ്സിനും ഉണ്ടാവും ഒരു സെറ്റ് ഓഫ് കൺസേൺസ്. നിങ്ങൾ അതെങ്ങനെ അഡ്രസ് ചെയ്യുന്നു?